ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നീറ്റോ ടാക്സിസ്. അപ്പോൾ എല്ലാവരും കാത്തു നിന്ന ആ ഒരു സീരീസ് ഇത് നമ്മൾ തുടങ്ങാൻ പോകണം കേട്ടോ. നീറ്റ് സഞ്ചാരം സീരീസ്. അതായത് 36 ഇയേഴ്സ് ഓഫ് നീറ്റ് PYQs നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് സോൾവ് ചെയ്യും. 1988 തുടങ്ങിയിട്ട് 2024 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മൾ ഇവിടുന്ന് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളക്കരയിൽ, അതായത് നമ്മളെ മലയാള നീറ്റ് കമ്മ്യൂണിറ്റി തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സീരീസ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഞാൻ പ്രൗഡ്ലി പറയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ എഫേർട്ട് ഉണ്ടടാ. ഇത് ഫുള്ള് ഞാനാണ് എടുക്കുന്നത്. ഈ സെറ്റപ്പും പിന്നെ ഈ PDF ആക്കലും പിന്നെ ഈ ഇതിൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചാനൽ മാനേജ്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ എഫേർട്ടിന് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടുക. അപ്പോൾ ഈ സീരീസ് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോക്ക് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് കണ്ടിന്യൂ ചെയ്യുള്ളൂ. കാരണം അത്ര എഫേർട്ട് ഞാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ സപ്പോർട്ടൊന്നും തരാതെ പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഒപ്പം കഴിഞ്ഞ് ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ള് ഇങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ പിന്നെ ബയോളജി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിന് ശേഷം പിന്നെ ഒരു അടിപൊളി അത് പിന്നെ നീറ്റ് 2026 ആസ്പിറൻസിനാവും. കാരണം അപ്പോൾ ആകുമ്പോഴത്തേനും ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല അടിപൊളി ഞാൻ തന്നെ എടുക്കണ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാൻ എടുക്കും. ഫുൾ ലെക്ചർ ഡീറ്റെയിൽ ആയിട്ടുള്ള ലെക്ചേഴ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഈ ചാനൽ ത്രൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടുക. നമുക്കൊന്ന് ഒരുമിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇനി ലാഗ് ഒന്നും എടുപ്പിക്കാതെ നമുക്ക് തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ ഫിസിക്സ് +1 ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തുടങ്ങട്ടോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ചാനലിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ വെയിറ്റേജിനെ കുറിച്ച് ഇട്ടിരുന്നു. അപ്പോൾ ആ വെയിറ്റേജിൻ്റെ വീഡിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ NTA നടത്തിയ നീറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു 3 ക്വസ്റ്റ്യൻസ് വരണ്ടടാ. പെർ ഇയർ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചോദിക്കുക പറഞ്ഞാൽ വളരെ ഈസി ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഒന്നും ഒരിക്കലും ഈ പറയുന്ന ചാപ്റ്റേഴ്സ് ലിസ്റ്റിൽ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ബട്ട് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ ഈസി മാർക്ക്, അതായത് പക്ക ഡയറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഇപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടാൽ തന്നെ മതി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ള ഫുൾ സാധനങ്ങളും ഈ ഒരു സീരീസിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലാഗ് ഒന്നും ഒടിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ സീരീസ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. 1988 മുതൽ തുടങ്ങാം കേട്ടോ. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഇത് ചെയ്താൽ ഇക്വേഷൻ ചെയ്താൽ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? MVR. അപ്പോൾ എമ്മിൻ്റെ എന്താ, മാസിൻ്റെ ഡയമെൻഷന് എന്താണ്? M. വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ L(T⁻⁻1). പിന്നെന്താ, റേഡിയസ് പറഞ്ഞ ഡിസ്റ്റൻസ് L തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ML² T⁻⁻1. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് വരെ. അപ്പോൾ ML² T⁻⁻1 ഓപ്ഷൻ നമ്പർ B. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവുകയാണ്. ഇഫ് C&R ഡിനോട്ട് കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്, ഡയമെൻഷണൽ ഫോർമുല ഓഫ് CR ഈസ്. എടാ ഡയറക്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ടൈം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ടൈം കോൺസ്റ്റൻറ്റിൻ്റെ 2 ഇക്വേഷനാണ് പറയുന്നത്, L/Rഉം RCയും. ഇത് രണ്ടും എന്താണ്? ടൈമാണ്. അപ്പോൾ എന്താ, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടൈം ആവൂലേ. അപ്പോൾ ഇത് ടൈം കോൺസ്റ്റൻ്റാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ കിട്ടി. അപ്പോൾ RCൻ്റെ ഡയമെൻഷൻ എന്താ? M0 L0 T1. അതായത് ടൈമാണ് RC എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് വിച്ച് വൺ ഹാസ് ഡയമെൻഷൻ ഡിഫറെൻറ്റ് ഫ്രം റിമൈനിങ് 3. അപ്പോൾ ഏതിൻ്റെ ഡയമെൻഷനാണ് ഡിഫറെൻറ്റ് എന്നാണ് ചോദിക്കണം. അപ്പം ഓരോന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ എനർജീൻ്റെ ഡയമെൻഷൻ എന്താണ്? വർക്കിൻ്റെ ഡയമെൻഷൻ എന്താ? F.S. വർക്ക് F.S അല്ലേ. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഫോഴ്സിൻ്റെ ഇതെന്താ? MA. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഇനി പറ, മാസിൻ്റെ എന്താ? M. പിന്നെ ആക്സലറേഷൻ്റെ വെലോസിറ്റി ബൈ ടൈം. ഇതൊക്കെ എല്ലാവർക്കും അറിയണമെന്ന് ഞാൻ വിചാരിക്കട്ടോ. കാരണം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ Δv/t, വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ L(T⁻⁻1) വരും. അപ്പോൾ ഇതിൽ ആ T ഒന്നുകൂടെ വരുമ്പോൾ L(T⁻2) വരും. ഇതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും. ഫോഴ്സിൻ്റെ അപ്പം ML(T⁻2) വരും ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വീണ്ടും L ഡിവൈഡഡ് ബൈ വോളിയത്തിൻ്റെ എന്താ? L3. അപ്പോൾ എന്ത് വരും വെച്ചാൽ ഈ എല്ലും ഒരു L3 കട്ട് ചെയ്ത് പോയാൽ എന്ത് വരും? അടിയിൽ ഒരു L മാത്രം മുകളിലോട്ട് വരുമ്പോൾ ML(1 T⁻2) എന്ന് വരും. ഇതാണ് ഫസ്റ്റത്തെ. ഇനി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ നോക്കാം. ഫോഴ്സ് അപ്പോൺ ഏരിയ. ഫോഴ്സിൻ്റെ എന്താടാ? മാസിൻ്റെ ആക്സലറേഷൻ ML(T⁻2)
ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ. വോളിയം എൽ ക്യൂബ് പറഞ്ഞ പോലെ തന്നെ ഏരിയ എൽ സ്ക്വയർ. അപ്പോൾ എന്ത് വരും വെച്ചാൽ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മേലോട്ട് ഒരു എൽ വരും, എൽ റേസ് ടു മൈനസ്, അടിയിലൊരു എൽ വരും, അത് മേലോട്ട് പോകുമ്പോൾ എൽ റേസ് ടു -1 വരും, വീണ്ടും എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. സെയിം അല്ലേ, രണ്ടും സെയിമാ. ഇനി അടുത്തത് വരെ സി നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. വോൾട്ടേജ് ആൻഡ് ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ചാർജിന് എന്ത് ചെയ്യാം, ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ചാർജിന് അങ്ങനെ ചെയ്യാം. അപ്പോൾ ക്യൂ ഈക്വൽ ടു ഐ ടി, കറണ്ട് ഇൻറ്റു ടൈം ആണ്. കറണ്ട് ചാർജ് ബൈ ടൈം. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം. അപ്പോൾ നോക്കടാ, വോൾട്ടേജ് ഇൻറ്റു ക്യൂ ഐ ടി. അപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ വോളിയം. എടാ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം, വി ഐ ടി എന്ന് പറഞ്ഞാൽ എന്താടാ, ഹീറ്റിൻ്റെതല്ലേ. അതായത് ഐ സ്ക്വയർ ആർ ടി വി ഐ ടി ആൻഡ് വി സ്ക്വയർ ടി ബൈ ആർ എന്നല്ലേ. അപ്പോൾ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ എന്ത് വരും, ഹീറ്റിൻ്റെ എന്താടാ, എഫ് ഡോട്ട് എസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എഫ് ഡോട്ട് എസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവുന്നത്, ഇവിടെ നമ്മൾ എഫ് ഡോട്ട് എസ് ആണ് എഴുതിയത്. എഫ് ഡോട്ട് എസ് ബൈ വോളിയം സെയിം എഫ് ഡോട്ട് എസ് ബൈ വോളിയം. അപ്പോൾ സെയിം വരും. അപ്പോൾ എയും ബിയും സിയും സെയിം ആണ്. ഇനി നമുക്ക് ഡി ഓപ്ഷൻ ഏതാ നോക്കാം. ഡി ഓപ്ഷൻ്റെ നോക്കാം. ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റം. നമ്മൾ നേരത്തെ ചെയ്തു. എം വി ആർ, മാസ് ഇൻറ്റു വോളിയം ഇൻറ്റു റേഡിയസ്. അപ്പോൾ എന്ത് വരും, എം, പിന്നെ വെലോസിറ്റിൻ്റെ എന്താ വരിക, എൽ ടി റേസ് ടു -1 ഇൻറ്റു എൽ. അപ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു -1 എന്ന് വരും. അപ്പോൾ അതാണ് യുണീക്ക് ആയിട്ടുള്ള. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാതും അധികം എനർജിൻ്റെ ബേസിസിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ എനർജി സ്റ്റോറേജിൻ്റെ ഇക്വേഷൻ എന്താ, അത് മതി ആൻസർ കിട്ടിയ. അതായത് എനർജി ഇസ് ഈക്വൽ ടു ½ LI സ്ക്വയർ. അപ്പോൾ എൽ പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു എനർജി ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ സ്ക്വയർ. ഇനി എന്താ ഡയമെൻഷൻസ് നോക്കുക. എനർജിൻ്റെ ഡയമെൻഷൻ എന്താ, എപ്പോഴും പറയുന്നത് എന്താണ്, എഫ് ഡോട്ട് എസ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എഫ് ഡോട്ട് എസ് എന്ന് പറയുമ്പോൾ ഫോഴ്സിൻ്റെ എന്താ, എം എൽ ടി റേസ്റ്റ്, അതായത് എഫ് ഡോട്ട് എസ് ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ. ഫോഴ്സിൻ്റെ എം എൽ ടി റേസ്റ്റ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ എം എൽ ടി റേസ്റ്റ് -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എൽ ഡിവൈഡഡ് ബൈ കറണ്ടിൻ്റെ സ്ക്വയർ. കറണ്ട് എന്താ, ആംപിയർ. അപ്പോൾ എന്ത് വരും, എം എൽ സ്ക്വയർ ടി റേസ്റ്റ് ടു -2 ഇൻറ്റു എ റേസ്റ്റ് ടു -2. അപ്പോൾ എന്താ വരിക, എം എൽ സ്ക്വയർ ടി റേസ്റ്റ് ടു -2 എ റേസ്റ്റ് ടു -2 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഫോർമുല ഓഫ് ടോർക്ക്. ഇതൊക്കെ കാരണം ക്വസ്റ്റ്യൻസ്, ഇതാണ് യൂണിറ്റ് മെഷർമെൻറ്റ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ടോർക്ക് എന്താടാ, ആർ ക്രോസ് എഫ് അല്ലേ. അപ്പോൾ ആർ എഫ് സൈൻ തീറ്റ. അപ്പോൾ ഡയമെൻഷൻ നോക്കുമ്പോൾ ആറിൻ്റെ എഫിൻ്റെ, ആറിൻ്റെ ഡയമെൻഷൻ എന്താടാ, എൽ. ഇനി എഫിൻ്റെ ഡയമെൻഷനാ ഫോഴ്സ്, സെയിം സാധനം. ഫോഴ്സിൻ്റെ എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ എം എൽ ടി റേസ് ടു -2. അപ്പോൾ എന്താ വരിക, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതാ ഓപ്ഷൻ നമ്പർ എ. കണ്ടോ, ഇതാണ് യൂണിറ്റ് മെഷർമെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു വേറെ ടൈപ്പ് കേട്ടോ. ഇഫ് എക്സ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ടി സ്ക്വയർ വെർ എക്സ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ കിലോമീറ്റേഴ്സ്, എക്സ് ഡിസ്റ്റൻസ് ആണ്, ടി ടൈം ആണ് തന്നതാണ്, യൂണിറ്റ് ഓഫ് ബി. അതാ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് ഞാൻ വിചാരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ബേസിക്സ് ആണ് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എ ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ എൻ്റെ ഡയമെൻഷനും ബീൻ്റെ ഡയമെൻഷനും സീൻ്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഡയമെൻഷനും എ ടിൻ്റെ ഡയമെൻഷനും ബി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷനും ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, യൂണിറ്റ് ഓഫ് ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈ രണ്ട് ടേംസും നമുക്ക് നോക്കിയാൽ എക്സ് ഈക്വൽ ടു ബി ടി സ്ക്വയർ, രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ എക്സ് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അപ്പോൾ എന്താ എൽ ഈക്വൽ ടു ബി ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ എന്താ ടി. അപ്പോൾ ടി സ്ക്വയർ. അപ്പോൾ ബീൻ്റെ എന്താ വരിക, ടി സ്ക്വയർ പുറത്ത് പോകുമ്പോൾ ബി ഈക്വൽ ടു എൽ ടി റേസ് ടു -2. അപ്പോൾ ഇവിടെ ഇതിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കിലോമീറ്റർ അല്ലേ, ആൻഡ് ടൈം സെക്കൻഡ്. അപ്പോൾ കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അത് നോക്കിയാൽ മതി. എല്ലിലാണോ കിലോമീറ്ററിലാണോ തന്നിരിക്കുന്നത് നോക്കിയാൽ. അപ്പോൾ ഞാൻ ഡയമെൻഷനാന്ന് വിചാരിച്ച് എങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ നേരെ ഈ എല്ല് കിട്ടുന്നതിന് പകരം എന്ത് ചെയ്യുക, അത് കിലോമീറ്ററാ, ഈക്വൽ ടു ബി ഇൻറ്റു ടൈം സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ഡയമെൻഷൻ ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും ഒരേപോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ ദ വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ലിക്വിഡ് ലെയേഴ്സ് ഓഫ് ഏരിയ എ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ്. ഓക്കെ, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്, അതായത് വെലോസിറ്റി അപ്പോൾ യൂണിറ്റ് ലെങ്ത്ത്
അപ്പോൾ എഫ് എന്ന് ഹീറ്റ മൈനസ് ഹീറ്റ എ ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ് വേർ ഹീറ്റ ഈസ് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഹീറ്റ ഈസ്. സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഞാൻ പഠിച്ച ടൈമിലൊക്കെ എന്നോട് നമ്മളോട് സാർമാർ പറയുന്നത് ഹീറ്റൻ്റെത് കാണാതെ പഠിച്ചു വെക്കാൻ. അതായത് കണ്ടോ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് -1 T⁻⁻1 ഇത് കാണാതെ പഠിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അപ്പോൾ ഫോഴ്സ് എന്തുകൊണ്ടു ഹീറ്റ എ ഡെൽറ്റ വി ബൈ ഡെൽറ്റ സെഡ്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താ ഹീറ്റൻ്റെ കിട്ടണ്ടേ? ഹീറ്റ എന്താണ് കിട്ടുക? എഫ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഡിവൈഡഡ് ബൈ മൈനസും പ്ലസ്സൊന്നും ഇതിൽ മാറ്റർ ചെയ്യൂല കേട്ടോ, നമുക്കറിയില്ല. എ ഇൻറ്റു ഡെൽറ്റ വി. ഓക്കെ, അപ്പോൾ എഫ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഫോഴ്സ് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ mL(T⁻²) ഇൻറ്റു ഡെൽറ്റ സെഡ്. ഡെൽറ്റ സെഡ് എന്താന്ന് പറഞ്ഞാൽ ആ ഗ്രേഡിയൻ്റ് അല്ലേ, ഗ്രേഡിൻ്റെ അടിയിൽ വരുമ്പോൾ വെലോസിറ്റി ഒപ്പം ലെങ്ത് ആണ്, അപ്പോൾ ലെങ്ത്തിൻ്റെ L വരും. ഓക്കെ, ഇനി എന്താ ഏരിയൻ്റെ എന്താണ് L², പിന്നെ ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് അല്ല, അപ്പോൾ വെലോസിറ്റി ഒപ്പം ലെങ്ത് ആണ്, അപ്പോൾ വി പറഞ്ഞ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം L(T⁻²). ഓക്കെ, അപ്പോൾ എന്തായാലും ഈ L² L പോയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഈ T⁻⁻1 മേലെ പോയാൽ T⁻+1 ആവും, -2 + 1 -1 ആവും. അപ്പോൾ mL(T⁻1 T⁻1). അപ്പോൾ ഹീറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിൻ്റെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. mL(-1 T⁻1), ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ ഇതും ഒരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് എഫ് ഓഫ് എ മാസ് m suspended from a spring of spring constant k is given by relation f c m⁻x k⁻y. c dimensional constant ആണ്, values of x and y are. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിക്കുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടാ എഫ് സി m⁻x k⁻y. ഓക്കെ, ഇനി എന്താ ചെയ്യാം, നമുക്ക് ഈ എഫ് രണ്ടിടത്തുള്ള ഡയമെൻഷൻസ് ഈക്വലൈസ് ചെയ്യുക. ഈക്വലാന്ന് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കലാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എഫ് ഫ്രീക്വൻസി ആണ് എന്താണ് 1/ടൈം, അതിൻ്റെ ഡയമെൻഷൻ എന്താ m⁻0 L⁻0 T⁻−1. സീൻ്റെ ഡയമെൻഷൻ എന്താ കോൺസ്റ്റൻ്റ് ഒന്നുമില്ല. പിന്നെ എന്താ എം പറഞ്ഞാൽ മാസ് അല്ലേ, അപ്പോൾ m⁻1 L⁻0 T⁻0. അപ്പോൾ ഞാൻ m മാത്രമേ എഴുതുന്നുള്ളൂ. x k എന്ന് പറഞ്ഞാൽ എന്താണ് സ്പ്രിങ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ സ്പ്രിങ് കോൺസ്റ്റന്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഇവിടെ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ സ്പ്രിങ് കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞില്ല, എല്ലാത്തും ഞാൻ എപ്പോഴും എന്താണ് എനർജീൻ്റെ ബേസിസിലാണ് ചെയ്യൽ. അപ്പോൾ എനർജി എന്താണ് ½kx². അപ്പോൾ എന്ത് ചോദിച്ചാൽ k എന്താ എനർജി ഡിവൈഡഡ് ബൈ x². അവിടെ 2 വരും കേട്ടോ, പക്ഷേ നമുക്ക് ഡയമെൻഷൻ പോരെ. എനർജീൻ്റെ എന്താടാ, അതായത് എഫ്.എസ്.ൻ്റെ എന്ത് വരും, എഫിൻ്റെ എന്താ mLT. ഇതൊക്കെ നമ്മൾ മൈൻഡിൽ ചെയ്യട്ടോ, മൈൻഡ് കാൽക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാരണം നീറ്റിന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇങ്ങനെ എഴുതി നോക്കാനുള്ള സമയം ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനർജീൻ്റെ ഒക്കെ ഇങ്ങനെ ചെയ്യണം. അതായത് വർക്ക് ഓർ എനർജി എന്ന് പറഞ്ഞാൽ F.S ആണ്. F.S പറയുമ്പോൾ എഫ് പറഞ്ഞാൽ mL(T⁻²), എസ് പറഞ്ഞാൽ L, അപ്പോൾ mL² T⁻², ഡിവൈഡഡ് ബൈ L². അപ്പോൾ L² കട്ടായാൽ mT⁻². ഈ എനർജി വെച്ച് ഇങ്ങനെ ഞാൻ ചെയ്യണം എന്താ പറയുക, ഇത് ഞാൻ ചെയ്ത് ശീലിച്ചാണ്. ഞാൻ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ കുറേ മൊഡ്യൂളിലൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് ശീലിച്ചാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എന്താ കെൻ്റെ ഡയമെൻഷൻ കിട്ടിയാൽ മതി എങ്ങനെ ആയാലും. അപ്പോൾ എന്തായി m⁻x കിട്ടി. ഇനി k⁻y അല്ലേ, k എന്നാൽ mT⁻². അപ്പോൾ mT⁻²y. ഓക്കെ, ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെ LHS ഇങ്ങനെ തന്നെയാണ്. RHS നോക്കുകയാണെങ്കിൽ m⁻x ഇൻറ്റു m⁻y ഇൻറ്റു T⁻²y. ഓക്കെ, അപ്പോൾ ഇനി എന്ത് വരും വെച്ചാൽ m⁻x ഇൻറ്റു m⁻y ബേസിക് മാത്സ് m⁻x+y ഇൻറ്റു T⁻²y. ഇവിടെ എന്താ വരിക, ഇവിടെയും L0 ഉണ്ട് വരിക. അപ്പോൾ ഇവിടെയും m0 L0 T⁻². ഇനി എന്താ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് എങ്ങനെയാണ്, ആദ്യം എമ്മിൻ്റെ രണ്ടിടത്തുള്ള പവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x+y = ഇത് ഞാൻ ഇപ്പോൾ വായിക്കട്ടെ തൽക്കാലം. അപ്പോൾ എന്താ വരിക എന്ന് വെച്ചാൽ x+y = 0, അതായത് x = -y. മനസ്സിലായോ? അതായത് എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവാണ്. അപ്പോൾ അത് നമുക്ക് കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. അതായത് എ ഓപ്ഷൻ അല്ല, രണ്ടും ഒരേതാണ്. പിന്നെ ഏതാ, നമുക്ക് ബി ഓപ്ഷനും അല്ല, രണ്ടും ഒരേ സൈനാണ്. അപ്പോൾ ഒന്നെങ്കിൽ സിയോ അല്ലെങ്കിൽ ഡിയോ ആണ്. നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യാം, ടി എന്താണ്, ടീൻ്റെത് -1 ആണ്. അതായത് -2y =
-1 കിട്ടി, ആൻസർ കിട്ടിയടാ. അപ്പോൾ എന്ത് വരും? y പറഞ്ഞാൽ എന്താ അല്ലേ, മൈനസ് പോയിട്ട് +1/2. y +1/2 ആയാലും എക്സ് എന്താ, എക്സ് വൈൻ്റെ നെഗറ്റീവ് -1/2. അപ്പോൾ എക്സ് -1/2 y +1/2. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആവും എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതായത് രണ്ടോടത്ത് ഇക്വേറ്റ് ചെയ്യുക, രണ്ടിൻ്റെയും ഡയമെൻഷൻസ് അപ്പുറത്ത് ചെയ്ത എക്സുമായി ഇട്ടിട്ട് അത് ചെയ്ത ബേസിക് മാത്സ് ബസ്, ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഫോർമുല ഓഫ് പ്രഷർ. ഓ മൈ ഗോഡ്, അതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. പ്രഷർ എന്താടാ? ഫോഴ്സ് അപ്പോൺ ഏരിയ. ഫോഴ്സ് എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ m×L(T)⁻². ഡിവൈഡ് ബൈ ഏരിയ എന്താ? L². അപ്പോൾ എന്ത് വരും? mL(−1 T)⁻². ഇതൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യരുത്. നിങ്ങളിങ്ങനെ മൈൻഡിൽ ചെയ്യുക, ഉത്തരം ചെയ്താൽ അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ 10-15 സെക്കൻഡ് കൊണ്ട് ചെയ്യട്ടെ. അത്ര ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ mL(−1 T)⁻², ഓപ്ഷൻ നമ്പർ സി. ഓക്കെ, ഇനി അടുത്തത്. എ സർട്ടൻ ബോഡി വെയ്സ് 22.42 gram ആൻഡ് ഹാസ് എ മെഷർഡ് വോളിയം. വെയിറ്റും തന്നിങ്ങനെ, വോളിയം തന്നിങ്ങനെ. ഓക്കെ, പിന്നെ ദ പോസിബിൾ എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ദ മാസ് ആൻഡ് വോളിയം ആർ 0.01 gram ആൻഡ് 0.1 cc. അപ്പോൾ എറർ ഇൻ ദ ഡെൻസിറ്റി, ഇതൊരു വേറെ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏതിൻ്റെ തന്നിങ്ങനെ? നമുക്ക് ഡെൻസിറ്റി തന്നിക്കണം, മാസും തന്നിക്കണം, വോളിയം തന്നിക്കണം. നമുക്ക് ഡെൻസിറ്റിയിലെ എറർ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? ഇത് മൂന്നും കോറിലേറ്റ് ചെയ്യണം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ ഇനി ഇത് ബേസിക് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എറർ, ഇത് ബേസിക് ആയിട്ടുള്ള ഇതാണ് NCERT കൊടുത്തിട്ടുള്ള. അപ്പോൾ എങ്ങനെ വെച്ചാൽ ΔD/D × 100 ഈസ് ഈക്വൽ ടു ΔM/M × 100 പ്ലസ് ΔV/V × 100. അതായത് നമുക്ക് ഡെൻസിറ്റിയിലുള്ള എററാണ് കാണേണ്ടത് ഇത്. ഓക്കെ, എററിന് ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ എററിൻ്റെ പെർസെൻറ്റേജ് അതാണ് ΔD/D × 100 ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്താൽ, ഇനി നമുക്ക് എന്താ ഒക്കെ ഇവിടെ തന്നിക്കണം. ΔM ഇവിടെ ഇടാം. പോസിബിൾ എറർ തന്നിക്കണം. മാസിൽ എന്താണ്? 0.01 ഡിവൈഡഡ് ബൈ മാസ് എത്ര? 22.42. ഓക്കെ, × 100 പ്ലസ് വോളിയത്തിൽ എന്താ പ്രശ്നം? എറർ എത്ര? 0.1 ഡിവൈഡഡ് ബൈ വോളിയം എത്ര? 4.1 × 100. ഇത് ഇനി സോൾവ് ചെയ്യുക, ആൻസർ കിട്ടി. 100 × 0.01 എത്രടാ? 1. അപ്പോൾ 1/22.42 പ്ലസ് പിന്നെ ഇവിടെ എന്ത് വരും? 100 × 0.1 പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ 4.7. ഇതെന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഓപ്ഷൻസ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഓപ്ഷൻസ് ഒക്കെ നോക്കുക. എന്നിട്ട് ഓപ്ഷൻസിൽ നോക്കുക, ഐ മീൻ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ ഓപ്ഷൻസുകൾ തമ്മിൽ. അപ്പോൾ പിന്നെ കാൽക്കുലേഷൻ അത്ര നമുക്ക് ഭയങ്കര അപ്രോക്സിമേഷൻ ചെയ്യാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ചെയ്യുന്നത് ഐ മീൻ എഴുതുന്ന നീറ്റ്, ഇപ്പോൾ 1991 നീറ്റ് ഞാൻ എഴുതിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, കണ്ടോ ഓപ്ഷൻസ് ഇതുവരെ എത്തിയിട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ഉണ്ടോ 1 22, 1 2, 1 0.2, 1 0.02. അപ്പോൾ ഏത് ഡിജിറ്റാന്നുള്ളത് അറിഞ്ഞാൽ തന്നെ ഇവിടെ കിട്ടി ആൻസർ. ഡബിൾ ഡിജിറ്റ് ആണോ അതോ സിംഗിൾ ഡിജിറ്റ് ആണോ? അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ, 1 ഡെസിമൽ പ്ലേസുള്ളതാണോ 2 ഡെസിമൽ പ്ലേസുള്ളതാണോ കിട്ടി. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് നോക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ 10/4.7, നമുക്ക് 4.7 5 ആക്കാം. അപ്പോൾ 10/5 എത്ര വരിക? 2 വരും. ഓക്കെ, ഇനി 1/, ഇതൊരു 20 പിടിക്കേ. 20 എന്ന് പറഞ്ഞാൽ 1/20 എത്ര വരിക? 1/10 എത്ര? 1/10 ആണ് 0.1, അതിൻ്റെ ഹാഫ് 0.05. അപ്പോൾ 2 പ്ലസ് ഏകദേശം ഒരു 0.05, അതായത് 2 പോയിന്റ് സംതിങ് ആണ് വരും ആൻസർ. അപ്പോൾ ഇനി നേരെ ഇതിലേക്ക് പോവാം. ആകെ 2 എന്നുള്ള ഓപ്ഷൻ വരുന്ന ആകെ ഒന്നേ ഉള്ളൂ. മറ്റേതൊക്കെ 20, ഒന്ന് പറഞ്ഞാൽ ഡബിൾ ഡിജിറ്റാ, ഒന്ന് പറഞ്ഞാൽ 1 ഡെസിമലില്ല. അപ്പോൾ ഇതിലെങ്ങനെ വെച്ചാൽ ഒറ്റ 2 എന്നുള്ള ഒരു സിംഗിൾ ഡിജിറ്റുള്ള ആൻസർ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. നേരെ മറിച്ച് ഇനിയിപ്പോൾ ഓപ്ഷൻസിൽ എങ്ങനെയാണ് 2 പോയിന്റ് ഇങ്ങനെ വരൂല. നീറ്റിന് എന്തായാലും ഇങ്ങനെ വരുള്ളൂ. എന്നാലും ഞാൻ പറയാം 2.1, 2.2, 2.3, 2. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക പക്ക. അല്ലാതെ എങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു അപ്രോക്സിമേഷൻ എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷണൽ ഫോർമുല ഫോർ പെർമിയബിലിറ്റി മ്യൂ ഈസ്. ഇതെന്താ വെച്ചാൽ ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇത് പലരും പല രീതിയിലോട്ട് ചെയ്യുക. ഇത് ഞാൻ എന്താ വെച്ചാൽ ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ ടൈമിൽ ഇത് അപ്രോച്ച് ചെയ്തിരുന്നില്ല ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, മറ്റേ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കോയിലിൻ്റെ, സർക്കുലർ കോയിലിൻ്റെ സെൻട്രലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? μ0/2 × I/R. ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഈ മ്യൂവിൻ്റെ എപ്പോഴും ഞാൻ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എനിക്ക് തന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അപ്രോച്ച് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി? എപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫൈനലി എന്താ പെർമിയബിലിറ്റി മ്യൂവിൻ്റെ ഡയമെൻഷൻ കിട്ടിയാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോൾ മ്യൂവിൻ്റെ ഡയമെൻഷൻ എന്താ വരിക? ബി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു
ആ റേഡിയസ് ഡിവൈഡഡ് ബൈ കറണ്ട് ഉണ്ടാവുക. ഇനി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ എലിമിനേഷൻ നടത്താം കേട്ടോ. അത് നമുക്ക് ഇപ്പം ചെയ്യേണ്ട, കുറച്ചും കൂടി കഴിയട്ടെ. ഇപ്പം നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ ചെയ്ത് നോക്കാം. അപ്പം ഇനി എന്ത് ചെയ്യണം, ബീൻ്റെ കിട്ടണം. ആറിൻ്റെയും ഐൻ്റെയും നമുക്കറിയാം. ബീൻ്റെ എങ്ങനെ, ഇനി ബീൻ്റെ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ എന്താടാ, എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. അപ്പോൾ ബീൻ്റെ എന്ത് കിട്ടും, എഫ് ബൈ ക്യൂ വി. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കണ്ടെത്താം. ഫോഴ്സിൻ്റെ എന്താടാ, മാസ് ഇൻറ്റു ആക്സലേഷൻ, അഗെയിൻ എം എൽ ടി റേസ് ടു -2. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പിന്നെ തലിങ്ങോട് കയറും. പിന്നെന്താ, ചാർജ് നമ്മൾ ഐ ടു ക്യൂ ബൈ ടി, കറണ്ട് ചാർജ് അപ്പോൺ ടൈം, ചാർജ് കറണ്ട് ഇൻറ്റു ടൈം. അപ്പോൾ ആംപിയർ ഇൻറ്റു ടൈം ഇൻറ്റു പിന്നെ നമുക്ക് എന്താ വെച്ചാൽ വി വെലോസിറ്റിയാണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, എൽ ടി റേസ് ടു -1. എല്ലും കട്ടായിക്കോ. പിന്നെന്താ ഇവിടെ ഈ ടിയും കട്ടാക്കാം നമുക്ക്. അപ്പോൾ എന്ത് വരും, എം എ മേലേക്ക് വന്നാൽ എം എ റേസ് ടു -1 ടി റേസ് ടു -2. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. ഇനി നേരെ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, കഴിഞ്ഞു. എം എ റേസ് ടു -1 ടി റേസ് ടു -2 ഇൻറ്റു ഇവിടെ റേഡിയസാണ് വരുന്നത്, അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ കറണ്ട്, അഗെയിൻ എ. അപ്പോൾ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ എം എൽ എ റേസ് ടു -2 ടി റേസ് ടു -2 ആണ് ഫസ്റ്റ് ചെയ്താൽ, ടി റേസ് ടു -2 എ റേസ് ടു -2, എം എൽ ടി റേസ് ടു -2 എ റേസ് ടു -2, ഓപ്ഷൻ നമ്പർ എ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ മ്യൂൻ്റെതും അറിയണം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അറിയണം വേണമെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് വഴിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു തന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പി റെപ്രസെൻറ്റ്സ് റേഡിയേഷൻ. ഇത് നമ്മൾ നേരത്തെ ഒരു ഫ്രീക്വൻസിൻ്റെ കണ്ടല്ലോ, എം റേസ് ടു എക്സ്, അതേപോലത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. പി റെപ്രസെൻറ്റ്സ് റേഡിയേഷൻ പ്രഷർ, സി റെപ്രസെൻറ്റ് സ്പീഡ് ഓഫ് ലൈറ്റും, സ്പീഡാണ്, ഒന്ന് പ്രഷറാണ് ഒന്ന് സ്പീഡാണ്. അടുത്തത് എസ് പറഞ്ഞാൽ റേഡിയേഷൻ എനർജി പെർ സ്ട്രൈക്കിംഗ് പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്, per area per second. Okay, the non-zero integers x, y, z such that p raised to x, s raised to y, c raised to z dimensionless ആണ്. അപ്പോൾ നേരത്തെ അതേപോലെ, അതായത് p raised to x, s raised to y, c raised to z എന്താവണം, ഡയമെൻഷൻലെസ്, അതായത് m raised to 0, l raised to 0, t raised to 0 ആവണം. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ എന്ത് ചെയ്യുക, പ്രഷർ പീൻ്റെ എന്താടാ, പ്രഷർ പറഞ്ഞാൽ എന്താ, ഞാൻ നമുക്ക് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഇവിടെ കൊടുക്കട്ടോ. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം എൽ ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ. അപ്പോൾ എന്ത് വരും, ഈ എല്ലും എൽ സ്ക്വയറും കട്ടായിട്ട് എൽ റേസ് ടു -1 ആവും. എൽ മേലെത്തുമ്പോൾ അടിയിലൊരു എല്ല് മേലെത്തുമ്പോൾ എൽ റേസ് ടു -1. അപ്പോൾ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ഇനി എന്താ, സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്, വെലോസിറ്റി ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടൈം, എൽ ടി റേസ് ടു -1. അടുത്തെന്താടാ, എസ്. ഇത് നോക്കിക്കോ, എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ സെക്കൻഡ്, എനർജി ബൈ ഏരിയ അപ്പോൾ ബൈ ടൈം. ഓക്കെ, അപ്പോൾ എനർജി അഗെയിൻ എനർജി വർക്ക് ഒക്കെ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സിൻ്റെ എന്താ, എം എൽ ടി റേസ് ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അതൊന്നും ഞാൻ എഴുതണില്ല കേട്ടോ, ഇനി കുറേ നേരമായി. അപ്പോൾ ഫോഴ്സിൻ്റെ എന്താ, എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്റ്റൻസ് എൽ ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ ഇൻറ്റു ടൈം ടി. ഓക്കെ, ഇനി എന്താ, ഈ എല്ലുണ്ട് മേലെ 2 എൽ, അടിയിൽ ഒരു എൽ സ്ക്വയർ കട്ട് ചെയ്തു. പിന്നെന്താ, എം ടി, ഈ ടി അടിയത്തെ മേലേക്ക് വന്നാൽ ടി റേസ് ടു -1 ആവും. അപ്പോൾ മൊത്തത്തിൽ എം ടി റേസ് ടു -3 എന്നാവും. ഇനി ഒക്കെ ഇവിടെ ഇത് ചെയ്യുക, ഇവിടെ തന്നെ അപ്ലൈ ചെയ്തെടുത്തിട്ട് അത് സോൾവ് ചെയ്യുക, ബസ് അത്രേ ഉള്ളൂ. പ്രഷർ റേസ് ടു എക്സ് ആണ് കേട്ടോ. അപ്പോൾ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എക്സ്, പിന്നെന്താ സി, അത് നമുക്ക് എസ് ആണല്ലേ വൈ. അപ്പോൾ എന്ത് ചെയ്യുക, എം ടി റേസ് ടു -3 വൈ സി എൽ ടി റേസ് ടു -1 റേസ് ടു സെഡ് ഈക്വൽ ടു 3 0 0 0. ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതുന്നില്ല കേട്ടോ, 3 0 വരണം. അപ്പം ഇനി എക്സ് എമ്മിൻ്റെ മാത്രം എഴുതടാ. എമ്മിൻ്റെ മാത്രം എഴുതുമ്പോൾ എന്താവും, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എന്താ വെച്ചാൽ ഒരു പ്ലസ് വൈ ഉണ്ട്, പിന്നെ എന്താ വെച്ചാൽ അടുത്തിൽ ഇല്ല. ഓക്കെ, ഇനി എല്ലിൻ്റെ എഴുതടാ. ഇവിടെ ഒരു -x ഉണ്ട്, ഇവിടെ എൽ ഇല്ല. അടുത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സെഡ് ഉണ്ട്, -x പ്ലസ് സെഡ്. ഇനി ടീൻ്റെ എഴുതടാ, മൈനസ് ഇവിടെ എന്താ വെച്ചാൽ 2x വരും, -2x. പിന്നെ ഇവിടെ -3y വരും, ഇവിടെ -z വരും. ഇത് ഈക്വൽ ടു 0 0 0 എന്ന് വരും. അപ്പോൾ ശരിക്കും ആദ്യത്തെ 2 തന്നെ മതി, നമുക്ക് കിട്ടിയ ആൻസർ കിട്ടി. അപ്പോൾ എന്താണ്, ആദ്യത്തെ നോക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ വൈൻ്റെ നെഗറ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ എലിമിനേഷൻ, എക്സ് വൈൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഏതൊക്കെ ഒഴിവാക്കാം നമുക്ക്, ഓപ്ഷൻ നമ്പർ എ അല്ല, കാരണം രണ്ടും ഒരേ, എക്സും വൈയും ഒരേ സൈനാണ്. ഇനി ഓപ്ഷൻ നമ്പർ ഡിയും അല്ല, അപ്പോൾ ബിയോ ആവാം സിയോ ആവാം. ഇനി നമുക്ക് സെഡിൻ്റെ കൂടും കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ അടുത്ത് നോക്കടാ, എല്ലിൻ്റെ നോക്ക്, -x + z = 0 ഇക്വേഷൻ നമ്പർ 2,
മീൻസ് എക്സ് ഈക്വൽ ടു സെഡ് കഴിഞ്ഞു. അതായത് എക്സിനും സെഡിനും ഒരേ സൈൻ ആവണം. എക്സ് എന്ന് പറഞ്ഞാൽ വൈൻ്റെ നെഗറ്റീവ് ആവണം. അങ്ങനത്തെ ഏതുള്ളത്? ഓപ്ഷൻ നമ്പർ ബിയിൽ എക്സ് മൈനസും സെഡ് പോസിറ്റീവ് അല്ല. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി, എക്സും സെഡും പോസിറ്റീവ്, വൈ നെഗറ്റീവ്. ബസ് ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കണ്ടോ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഓക്കെ, ടെർപെന്റൈൻ ഓയിൽ ഈസ് ഫ്ലോയിങ് ത്രൂ എ ട്യൂബ് ഓഫ് ലെങ്ത് എൽ, ലെങ്ത് ആണ് എൽ, റേഡിയസ് ആർ, പ്രഷർ ഡിഫറൻസ് ആണ്, ഓക്കെ, ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് ദ ട്യൂബ് ഇസ് പി, പ്രഷർ ഡിഫറൻസ് ആണ് പി, അതായത് പ്രഷർ. വിസ്കോസിറ്റി ഓഫ് ദ ഓയിൽ ഈസ് ഗിവൺ ബൈ ഹീറ്റ, ഓക്കെ, വെർ വി ഈസ് ദ വെലോസിറ്റി തന്നു, ഡിസ്റ്റൻസ് എക്സ് ആണ് തന്നു, ഡയമെൻഷൻ ഓഫ് ഹീറ്റ. എടാ ഹീറ്റ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എന്താണ്, ഒന്നുകൂടി എൻ്റെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തോ, എം എൽ റേസ് ടു -1 ടി റേസ് ടു -1. ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരരുത്, പക്ഷെ എന്നാലും നമുക്ക് ഇത് എങ്ങനെ ഇത് വന്നാൽ ചെയ്ത് നോക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഈറ്റ എന്ന് പറഞ്ഞാൽ പി r² - x² / 4vl. ഇനി ഡയമെൻഷൻസ് നോക്കണം. ഈ പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി അപ്ലൈ ചെയ്താൽ r² x² ഒരേ ഡയമെൻഷൻ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, അവിടെ പ്ലസ് ആയാലും മൈനസ് ആയാലും. ഓക്കെ, അപ്പോൾ ഇനി പ്രഷറിൻ്റെ ഫസ്റ്റ് പ്രഷറിൻ്റെ കിട്ടണം. പ്രഷർ എന്താ, ഒക്കെ ഇവിടെ ചെയ്താൽ സെയിം സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഫോഴ്സ് അപ്പോൺ ഏരിയ, ഫോഴ്സ് എന്താ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, ml t raised to -2 / l². അപ്പോൾ എന്ത് വരും, ml raised to -1 t raised to -2 വരും. ഇനി എന്താ, r², അതിൻ്റെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, അതിനൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നേരെ ഇവിടെ അപ്ലൈ ചെയ്താൽ ml raised to -1 t raised to -2 ഇൻറ്റു r² x², മൈനസ് ചെയ്തുകൊണ്ട് ഒന്നിൻ്റെ എടുത്താൽ മതി, രണ്ടും സെയിം ആണ്. അപ്പോൾ ഏതാണ്, നമുക്ക് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ l² / 4 ഇൻറ്റു പിന്നെ ഏതാ, വി പറഞ്ഞാൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, lt raised to -1 ഇൻറ്റു ലെങ്ത്ത് എൽ, ലെങ്ത്ത് എൽ, അപ്പോൾ എൽ. ഓക്കെ, അപ്പോൾ ഈ എല്ലും കൂടി l² ആവും, താഴെയുള്ള 2 L. അപ്പോൾ ആ 2 l², മേലത്തെ l² നമുക്ക് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ എം, പിന്നെന്താ, ഈ t raised to -1 മേലേക്ക് എത്തുമ്പോൾ t raised to +1 ആവും. അപ്പോൾ ml raised to -1 t raised to -2 + 1, അപ്പോൾ t raised to -1. ഇത് കാണാതെ പഠിച്ചു ചേട്ടാ, ഞങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞുതരാം. ml raised to -1 t raised to -1 ഹീറ്റിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി p ഈസ് ഗിവൺ ബൈ p ഈക്വൽ ടു p0 e raised to exponential -alpha t², വേർ ആൽഫ ഈസ് കോൺസ്റ്റന്റ്, t ഈസ് ടൈം. കോൺസ്റ്റന്റ് ആൽഫ ഈസ്, ഇതൊരു റൂളാണ്. എന്ത്, എക്സ്പോണൻഷ്യലിൽ എന്ത് വന്നാലും അത് ഡയമെൻഷൻലെസ് ആവും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും കേട്ടോ, തിയറിയൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായി കോച്ചിങ്ങിൽ പഠിച്ചിരിക്കാന്ന് ഞാൻ വിചാരിക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഇവിടെ എക്സ്പോണൻഷ്യൽ എന്താ വന്ന് -alpha t² ആണ്. അപ്പോൾ -alpha t² ഡയമെൻഷൻലെസ് ആണ്, ഡയമെൻഷൻ പാടില്ല. അപ്പോൾ എന്ത്, ഡി പാടില്ല പറഞ്ഞാൽ ഡയമെൻഷൻ പാടില്ല എന്ന് പറഞ്ഞു, വേറെ ഒന്നും കരുതല്ല. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ ആൽഫയും t² കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഡയമെൻഷൻ കിട്ടാൻ പാടില്ല. അപ്പോൾ t² ഡയമെൻഷൻ വേറെ, t² തന്നെ. അപ്പോൾ ഇതിനായിട്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാ റൈറ്റിൽ എഫക്റ്റീവായിട്ട് 1 കിട്ടുക, അതായത് ഡയമെൻഷൻ ഇല്ലാതെ കിട്ടുക, t raised to -2 അല്ലേ, -2 + 2 കൂടി 0 ആയിട്ട്. അപ്പോൾ t raised to -2 ആണ് എന്ത്, ആൽഫൻ്റെ ഡയമെൻഷൻ. എന്താ, ആസ് ഡയമെൻഷൻ t raised to -2. എന്ത് ഈസിയാടാ, അതായത് എക്സ്പോണൻഷ്യലിൽ ഡയമെൻഷൻ ഇല്ല എന്ന് മനസ്സിലായ കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെർനിയർ കാലിപ്പർ. ഇത് ഞാനേ വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും ഞാൻ എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം അത് വേറെ ചാപ്റ്റേഴ്സിലൊന്നും ഇല്ലാത്ത, ഇത് ഈ ചാപ്റ്ററിൻ്റെ ഒരു കോഴ്സാണ്. വെർനിയർ കാലിപ്പറും ഇത് എനിക്ക് എന്താ വെച്ചാൽ വെറും ഇങ്ങനെ എനിക്ക് വെറും ഫോമുല പറഞ്ഞിട്ട് എനിക്ക് സുഖം കിട്ടൂല. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കൺസെപ്റ്റ് ഞാൻ ഒന്ന് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ, ഒരു വെർനിയർ കാലിപ്പറിൽ n ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് n- ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ. ഓക്കെ, ഇൻ മീൻസ് ലെങ്ത് ഓഫ് 1 ഡിവിഷൻ ഈസ് 1 mm. ലീസ്റ്റ് കൗണ്ട് ആണ് ചോദിച്ചത്. ഇതിന് ഞാൻ എന്ത് ചെയ്യുക, ആദ്യം വെർനിയർ കാലിപ്പർ ഒന്ന് ഞാൻ വൃത്തിക്ക് പറഞ്ഞുതരാം. അപ്പോൾ വെർനിയർ കാലിപ്പറിലടാ 2 സ്കെയിൽ ഉണ്ടാവുക. ഇത് ഇനി പറയുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. അപ്പോൾ ഇതൊന്നും എടുത്തിട്ട്, ഈ ഭാഗം ഒന്നും എടുത്തിട്ട് സൂം ആക്കിയതാണ് താഴെ വരുന്നത്. അപ്പോൾ ഈ മേലെ കാണുന്ന ഇതാണ് എന്ത്, മെയിൻ സ്കെയിൽ, ഇതാണ് വെർനിയർ സ്കെയിൽ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതാണ് മെയിൻ സ്കെയിലിൻ്റെ ഓരോ ഡിവിഷൻസ്, കണ്ടോ ഈ സാധനം ഞാനിൻ്റെ, ഇതാണ് മെയിൻ സ്കെയിലിൻ്റെ ഡിവിഷൻസ്, ഇതാണ് വെർനിയർ സ്കെയിലിൻ്റെ ഡിവിഷൻസ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴാണ് ഇത് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് പറയാന്ന് വെച്ചാൽ, ഇത് ഇപ്പോൾ നമ്മൾ എന്തായി, ഈ വെർനിയർ സ്കെയിൽ കണ്ടോ, ഇവിടെ നോക്ക്, ഇതിങ്ങനെ ഇതിമ മൂവബിൾ ആണ്.
ഇത് മൂവ് ചെയ്തിട്ട് ഇവിടെയാണ് ഒബ്ജക്റ്റ് നമ്മൾ വെക്കുക. ഇതിപ്പോൾ +2 ഐ മീൻ എല്ലാവരും പ്രാക്ടിക്കലിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് നമുക്കൊന്ന് ഈ ഒരു ഗ്യാപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആദ്യം ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൂട്ടി നിൽക്കുകയാണ് ഇപ്പോൾ, അതായത് ഇതിങ്ങനെ പൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ താഴെ വരച്ചേക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കാൻ വേണ്ടി ഇതിങ്ങനെ വലിക്കുകയാണ്, അതായത് ഇവിടുന്ന് ഇതിങ്ങോട്ട് വലിക്കണം കേട്ടോ. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഈ വെർനിയർ സ്കെയിൽ ഉണ്ടല്ലോ, ഈ വെർനിയർ സ്കെയിലിന് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇതിങ്ങനെ മൂവ് ചെയ്യും, മനസ്സിലായോ? എന്നിട്ട് ഇത് മൂവ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇപ്പം ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് എന്താണ്, ക്ലോസ് ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നത് ഈ വെർനിയർ സ്കെയിലിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്, മെയിൻ സ്കെയിലിൻ്റെ ഇവിടെയാണ്. അതായത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, കോയിൻസൈഡിങ് അല്ല. അപ്പോൾ ഇതൊരു സ്പെസിഫിക് ഇതിൽ നമ്മൾ മൂവ് ചെയ്താൽ, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ഇങ്ങനെ നിന്ന് വിചാരിച്ചോ, അപ്പോൾ ആ റെഡ് ഇവിടെ വന്നിട്ടില്ല കേട്ടോ, അതൊക്കെ കുറച്ച് സഹകരിക്കുക. അതായത് റെഡ് ഇവിടെ ഉണ്ട് കേട്ടോ, ആ റെഡ് ഇങ്ങോട്ട് എത്തിയതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കേസിൽ നോക്ക്, അതായത് രണ്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ കോയിൻസൈഡ് ചെയ്തില്ലേ, ഈ രണ്ടിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഇതിനിങ്ങനെ എത്ര ലെങ്ത് ഇതിന് മെഷർ ചെയ്യാൻ പറ്റും, അതാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താടാ, അതായത് ലീസ്റ്റ് കൗണ്ട് ആ ഡിവൈസ് കൊണ്ട് ഏറ്റവും ചെറുത് നമുക്ക് എത്ര മെഷർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെ നോക്കുക വെച്ചാൽ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യണത് ഏത് പോയിന്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇനി പക്ക കൺസെപ്റ്റ് വെച്ച് ചിന്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഇത് ഇങ്ങോട്ട് തിരിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ ഈ റെഡ് എന്താ കിടന്നു നീങ്ങണത്, അപ്പോൾ വേണ്ടെങ്കിൽ പോ. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് ഇത്ര മൂവ് ചെയ്യൂല, ഓക്കെ എന്നാലും അഡ്ജസ്റ്റ്. ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഇവിടെ ഒക്കെ വരാം, ഓക്കെ ഇത്ര ശരിക്കും ഇതിപ്പോൾ ഏകദേശം രണ്ടാമത്തിൻ്റെ കൂടെ കോയിൻസൈഡ് ചെയ്യണ പോലെ ആയിട്ട് അത്ര ഒന്നും വരില്ല, ഒരു ഏകദേശം ഇവിടെയൊക്കെ. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ ഇതാണ് വെർനിയർ സ്കെയിലിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ, ഇതാണ് മെയിൻ സ്കെയിലിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ. ഈ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതാണ് ലീസ്റ്റ് കൗണ്ട്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് വരും, ആ ഡിസ്റ്റൻസ് തന്നെയാണ് ഇത്. അപ്പോൾ ഇനി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ. അതായത് ഇവിടെ നോക്കടാ, ഇതാണ് ഇത് കണ്ട, ഇത് ശരിക്കും ഇത് ഒരേ ലൈനിലാണ്, ഓക്കെ. പിന്നെ ഇവിടെയാണ് കളർ മാറ്റട്ടെ, ഇതാണ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ, ഓക്കെ. ഇത്ര വരുന്ന ഡിസ്റ്റൻസ് ആണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ, ഓക്കെ. അപ്പോൾ അതിൻ്റെ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതായത് മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണ് എന്ത് വരിക, ലീസ്റ്റ് കൗണ്ട് വരിക. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇനി വെർനിയർ കാലിപ്പർ n ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VSD n വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് n-1 ഡിവിഷൻസ് ഓഫ് മെയിൻ സ്കെയിൽ, അതായത് n വെർനിയർ സ്കെയിൽ ഡിവിഷൻ n-1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആയിട്ട് അത് തമ്മിൽ എന്തുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് 1 ഡിവിഷനും ഇവിടെ തന്നിരിക്കണ്, അതായത് ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയെന്നാണ് പറഞ്ഞിരിക്കണത്, 1 മില്ലിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കണത്, ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടെന്ന് വെച്ചാൽ ലീസ്റ്റ് കൗണ്ട് എന്താടാ, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. നമുക്ക് എന്ത് ചെയ്യണം, ഈ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നുള്ള ടേം മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നുള്ള ടേമുകൾ കൊണ്ടുവരണം, ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു വെർനിയർ സ്കെയിൽ, ഈ ഇക്വേഷൻ ഒരു വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ n-1 ഡിവൈഡഡ് ബൈ n അല്ലേ, മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞൂടെ. അപ്പം അതൊന്ന് നേരെ താഴെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് വരും, 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ നമ്മളിപ്പോൾ m ചെയ്താട്ടോ, 1 m മൈനസ് n-1 ഡിവൈഡഡ് ബൈ n m, ഓക്കെ. ഇത് m കോമൺ ആക്കി എടുത്താൽ 1 മൈനസ് n-1 ബൈ n കിട്ടും. അപ്പോൾ ഇതെന്താ വെച്ചാൽ മാത്സ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. m ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n-1 ബ്രാക്കറ്റിൽ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇത് ചെറിയ ഹൈസ്കൂളിലേക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണവർ പഠിപ്പിച്ചിരുന്നില്ല കേട്ടോ, ബേസിക് മാത്സിൻ്റെ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, വേറെ എടുത്തരാം. അപ്പോൾ എന്നും കട്ടായിട്ട് പോയിട്ട് എന്ത് വരും, 1 - n ഇൻറ്റു m പറഞ്ഞാൽ മെയിൻ സ്കെയിൽ ഡിവിഷൻ MSD എന്ന് വരും. ഇവിടെ പറഞ്ഞത് MSD 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വരും, 1/n
മില്ലിമീറ്റർ എന്ന് വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ എററാണ്. ശരിക്കും സെൻറ്റിമീറ്ററിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ 1/n മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10n സെൻറ്റിമീറ്റർ. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി. മനസ്സിലായാലോ? വെർനിയർ കാലിപ്പറും ഇപ്പം മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് എന്താ വെച്ചാൽ ആ തിയറി, വെർനിയർ കാലിപ്പറിൻ്റെ തിയറി ഒന്നും കൂടി കാണാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ കാണാം. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും റിപ്പീറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ആ ഒരു അപ്രോച്ച് പഠിച്ചു വെച്ചാൽ മതി. എങ്ങനെയാണ് അപ്രോച്ച് പഠിച്ചു വെച്ചാൽ കാണാപാഠം പഠിക്കില്ല, എന്താണ് അവിടെ നമ്മൾ ശരിക്കും കാണുന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കടാ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ ഇനി പർട്ടിക്കുലർ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൽ എന്താ വെച്ചാൽ യൂണിറ്റ് ഓഫ് ലെങ്ത്തും മാസും ടൈമും എന്താ ചോസൺ ടു ബി 10 സെൻറ്റിമീറ്റർ 10 gram and 0.1 സെക്കൻഡ്. ഓക്കെ, അതിൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ ദ സിസ്റ്റം വിൽ ബി ഈക്വലൻ ടു. അപ്പോൾ നോർമലി ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? 1 ന്യൂട്ടൺ അല്ലേ? ആ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ mL/2 അല്ലേ? അപ്പോൾ ഇതിൽ എം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്, എൽ പറഞ്ഞാൽ മീറ്റർ ആണ്, ടി പറഞ്ഞാൽ സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇനി പുതിയ യൂണിറ്റിൽ എന്താ വെച്ചാൽ എൽ 10 സെൻറ്റിമീറ്റർ ആണ്, പിന്നെ എന്താ വെച്ചാൽ എം 10 gram ആണ്, ടി 10⁻1 ആണ്, അതായത് 10⁻⁻1 0.1. ഓക്കെ, അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഈ ഒരു യൂണിറ്റിക്ക് ആക്കണം. കാരണം ഇതിൽ ആൻസർ ന്യൂട്ടണിലാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കിലോഗ്രാമും മീറ്റർക്കും സെക്കൻഡിക്കും ആക്കുക. അപ്പോൾ എന്താ വെച്ചാൽ 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 × 10⁻⁻2 മീറ്റർ, വിച്ച് ഈസ് 10⁻⁻1 മീറ്റർ. ഇനി 10 gram എന്ന് പറഞ്ഞാൽ 10 × 10⁻3 കിലോഗ്രാം, അതായത് 10⁻2 കിലോഗ്രാം. ഇനി 10⁻1 എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവിടെ 10⁻1 തന്നെയാണ്. ഓക്കെ, ടൈം 10⁻1 സെക്കൻഡ്. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇത് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും വെച്ചാൽ mL/2 എന്ന് പറയുമ്പോൾ എം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? 10⁻2 kg -10⁻2 kg ഇൻറ്റു എൽ എന്താ വരിക? mL/2 കേട്ടോ. mL/2 പിന്നെ എൽ എന്താ വരിക വെച്ചാൽ 10⁻1 ഇൻറ്റു 10⁻1 മീറ്റർ ഇൻറ്റു എന്ത് വരും? T⁻². അപ്പോൾ ടി ഇവിടെ 10⁻1 അപ്പോൾ 10⁻1 ⁻². മനസ്സിലായോ? അപ്പോൾ എന്ത് വരും വെച്ചാൽ ഇതിൻ്റെ സെക്കൻഡ്സ് എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഈ മൈനസും കൂടെ എന്തോ പ്ലസ് ആവും. അപ്പോൾ എന്ത് വരും? 10⁻2 ഇൻറ്റു 10⁻1 ഇൻറ്റു 10⁻+2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് വരും? 10⁻2 ആൻഡ് 10⁻+2 കട്ടായി പോയി. അപ്പോൾ 10⁻1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ. അപ്പോൾ 10⁻1 ഇൻറ്റു 1 ന്യൂട്ടൺ, അതായത് 0.1 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഡയമെൻഷൻ കൊടുക്കുക, പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള SI യൂണിറ്റിൽ കൊടുക്കുക, എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് ചെയ്യുക. ബസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു പെർസെൻറ്റേജ് ആയിട്ട് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. വളരെ പക്ക ഈസി ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മളൊരു ഡെൻസിറ്റി ടേംസിൽ നമ്മൾ ചെയ്തില്ല, അതേപോലത്തെ ഒരു സാധനം. ഇത് അതിലേറെ സുഖമുള്ള സാധനം, അത്ര ചെയ്യാനില്ല. അപ്പോൾ പെർസെൻറ്റേജ് എറേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസ് ആൻഡ് സ്പീഡ് 2%, 3% തന്നിങ്ങനെ. എറർ ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി? എന്താ? 12 mv². ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? അതായത് ഇപ്പോൾ y = ഒരു x⁻n ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വൈയിലുള്ള എറർ, അതായത് ΔY അല്ല അങ്ങനെ ചെയ്തട്ടോ ഒന്നും കൂടി. അതായത് y = എന്താണ്? x × z⁻n ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ വൈയിലുള്ള എറർ എന്താ? ΔY/y = ΔX/x പ്ലസ് ഈ പവർ ഇങ്ങോട്ട് വരും n × ΔZ/z, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന വിചാരിക്കണം. ഒന്ന് ജസ്റ്റ് പറഞ്ഞാണ് ബ്രഷപ്പ് ചെയ്യാൻ. അപ്പോൾ ഇനി കൈനറ്റിക് എനർജിയിലുള്ള എറർ എന്ന് പറഞ്ഞാൽ = × 100 = നമ്പർ പോട്ടെ, നമ്പർ പോയി, Δm/m × 100 പ്ലസ് ആ 2 താഴെ വന്നാൽ 2 × ΔV/v × 100. അപ്പോൾ Δm/m × 100 എത്ര? മാസിലുള്ള എറർ എത്ര പെർസെൻറ്റേജ്? 2%. അപ്പോൾ 2 പ്ലസ് ഇത് മൊത്തത്തിൽ പെർസെൻറ്റേജ് 2 പ്ലസ് 2 × നമ്മുടെ വെലോസിറ്റിയിലുള്ള, അതായത് സ്പീഡിലുള്ള എററിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ 2 × 3. അപ്പോൾ 2 + 6 8%. ഓപ്ഷൻ സി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ ഇനിയും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡൈമെൻഷനൽ കോൺസ്റ്റൻറ്റ്? ഏതാണ് ഡൈമെൻഷൻ ഉള്ളത് എന്നുള്ളത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താടാ? അതായത് വെലോസിറ്റി റയർ മീഡിയത്തിലും ഡെൻസർ മീഡിയത്തിലുള്ള
റേഷ്യോ ആണ്. അപ്പോൾ അതിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷൻ ഇല്ല. പോയിസൺസ് റേഷ്യോ എന്താടാ? അതായത് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഇതിന് ഇങ്ങനെ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്താൽ അത് ഇങ്ങനെ ബെൻഡായിട്ട് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതെന്താണ്? സ്ട്രെയിനിൻ്റെ ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ രണ്ടും സ്ട്രെയിനിൻ്റെ ഒരു ഇതാണ് റേഷ്യോ. അപ്പോൾ അതിനും ഡയമെൻഷൻ ഇല്ല. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി ഓഫ് ഒരു മാറ്റർ ഒരു സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ഐഡിയൽ സബ്സ്റ്റൻസ്, അതായത് അധിക സമയത്ത് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റിൻ്റെ റേഷ്യോ, അപ്പോൾ അതിനും ഡയമെൻഷൻ ഇല്ല. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് ക്വസ്റ്റ്യൻസിൽ കുറേ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ടൈം? നമ്മൾ രണ്ടാമത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ ടൈപ്പ്. എന്ത്? ടൈം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താടാ? ഇതൊക്കെ ബേസിക് NCERT ഇക്വേഷൻ കേട്ടോ. ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അവസ്ഥ. കാരണം NCERT ഇക്വേഷൻ അറിയില്ലെങ്കിൽ പിന്നെ എന്താടാ? അപ്പോൾ ടൈം കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എന്താ? L/R ഉണ്ട്, RC ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും ടൈമിന്റെ യൂണിറ്റ് ആവും. അപ്പോൾ L/R ഉണ്ടെങ്കിലും RC ഉണ്ടെങ്കിലും ടൈമിന്റെ യൂണിറ്റ്. അതൊക്കെ ഓർത്ത് വെച്ചത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ ക്വസ്റ്റിനൊക്കെ കാണലും 5 സെക്കൻഡുള്ള ഉത്തരം കിട്ടും. LC അല്ല, ടൈമിന്റെ അല്ല. R/L അല്ല, C/L അല്ല, L/R. ഇനിയിപ്പോൾ RC എന്നുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഇപ്പോൾ ഇത് ഓൾറെഡി ചോദിച്ചില്ലേ? അപ്പോൾ RC ആദ്യം ചോദിച്ചത്. അപ്പോൾ ഇനി RC എന്നുള്ളത് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചോ. ഓക്കെ, അങ്ങനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Equation principle of homogeneity. Again, equation is given as P plus pressure plus A by V square is equal to B theta upon V. Theta and the absolute temperature. Okay, if A and B are constants, dimensions of the A is, അതായത് രണ്ട് സാധനം ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ A plus B എന്ന് പറഞ്ഞാൽ എൻ്റെയും ബിൻ്റെയും ഡയമെൻഷൻ സെയിം ആവണം. പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പോൾ എന്താ വെച്ചാൽ പ്രഷറിൻ്റെ ഡയമെൻഷൻ ആയിരിക്കണം A by V സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, പ്രഷർ എന്ന ഫോഴ്സ് അപ്പോൺ ഏരിയ. അഗെയിൻ എത്രാമത്തെ ടൈപ്പ് പ്രഷറിൻ്റെ ചെയ്യണം? അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ mL/2 ഡിവൈഡ് ബൈ L സ്ക്വയർ. അപ്പോൾ എത്ര വരും? ഈ L കട്ട് ചെയ്ത് mL/-1 T/-2. അപ്പോൾ എന്ത് വരും? mL/-1 T/-2 എന്തിന് ഈക്വലാണ്? A ഡിവൈഡഡ് ബൈ V. ഏതാ? വോളിയാണ്. അപ്പോൾ വോളിയത്തിൻ്റെ സ്ക്വയർ. അപ്പോൾ L³ എത്ര വരിക? L/5 അല്ലേ? മണ്ട കിട്ടും. A/m⁴n എന്താ? A/m × n. അപ്പോൾ എന്ത് വരും? A ബൈ ഇതെന്താ വെച്ചാൽ L/6 വരും. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റിക്ക് വരും ഇങ്ങോട്ട്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ എന്ത് വരും? mL/-1 T/-2 ഇൻറ്റു L/6. അപ്പോൾ ഇതെന്ത് ചെയ്യും? L/5 എന്ന് കിട്ടും. mL/5 T/-2. സോറി എന്തോ ചെറിയ മിസ്റ്റേക്ക് വന്നിങ്ങനെ. mL/5 T/-2. സോറി, മിസ്റ്റേക്ക് വന്നിട്ടില്ല കേട്ടോ. ഓപ്ഷൻ നമ്പർ A. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെയിം നേരത്തെ ഇതിന് രണ്ട് ക്വസ്റ്റ്യൻ മുന്നേ ചെയ്ത സെയിം സാധനം. ഡെൻസിറ്റി ഓഫ് എ ക്യൂബ് ഈസ് മെഷേർഡ് ബൈ മെഷറിംഗ് മാസ് ആൻഡ് ലെങ്ത്. ഓക്കെ, പിന്നെ മാക്സിമം എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് മാസിലും ലെങ്ത്തിലുള്ള എറർ തന്നെയാണ് മാക്സിമം എറർ മെഷർമെൻറ്റ് ഓഫ് ഡെൻസിറ്റി. ഇതാണ് ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്താടാ? മാസ് ബൈ വോളിയം. ക്യൂബിൻ്റെ മാസ്, ഒരു ക്യൂബിൻ്റെ ലെങ്ത് തന്നാൽ വോളിയം എങ്ങനെ കണ്ടെത്തുക? ഇതൊക്കെ അറിയില്ലെങ്കിൽ വളരെ മോശമാണ്. ബേസിക് UP ലെവൽ മാത്സ്. ഓക്കെ, അപ്പം m/L³. ഇനി സെയിം സാധനം. Δ/d/d × 100 ഈസ് ഈക്വൽ ടു Δm/m × 100 പ്ലസ് 3 ഇൻറ്റു, ഇത് ഇൻറ്റു ആണെങ്കിലും നമ്മുടെ ഡിവിഷൻ ആണെങ്കിലും ഒക്കെ സെയിം ആണ് കേട്ടോ. എന്താണ്? 3 ഇൻറ്റു Δl/l × 100. ഓക്കെ, ഇനി എന്ത് വരും വെച്ചാൽ Δ/d/d ഇൻറ്റു Δm/m × 100 എത്ര? മാസിൽ വരുന്ന എത്ര? 4%. അപ്പോൾ 4 പ്ലസ് 3 ഇൻറ്റു ലെങ്ത്തിൽ വരുന്ന എത്രടാ? 3%. 3 ഇൻറ്റു 3. അപ്പോൾ 9 പ്ലസ് 4 13. ഓപ്ഷൻ നമ്പർ D. കണ്ടോ? ഇങ്ങനത്തെ സെയിം വളരെ ഈസി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ ഡയമെൻഷൻ ഓഫ് ഹീറ്റ. mL/-1 T/-1. ഞാൻ പഠിച്ചൊക്കെ പറഞ്ഞില്ല. നാളെ നോക്കാം. ഫോഴ്സ് F ഓൺ എ sphere of radius A is moving in a medium with velocity V is given as F = 6π RV. നമ്മൾ AV. ഓക്കെ, നമ്മൾ 6π RV എന്ന് പഠിച്ചേക്കണം. ഫ്ലൂയിഡ്സ് എന്നുള്ള ഡയറക്റ്റ് ഇക്വേഷൻ ഡയമെൻഷൻ ഓഫ് ഹീറ്റ ചെയ്ത് നോക്കാം. F = 6π AV. ഓക്കെ, അപ്പോൾ ഹീറ്റൻ്റെ എന്താ വരിക? 6π ഇല്ല, ഡയമെൻഷൻ ഇല്ല. അപ്പം F/AV. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ mL/T/-2 ഡിവൈഡഡ് ബൈ റേഡിയസ് L ഇൻറ്റു V എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വെലോസിറ്റി അല്ലേ?
അപ്പോൾ വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓക്കെ, ഒരെല്ലും കൂടെയാണ് കട്ട് ചെയ്യുക. അപ്പോൾ ഒരെല്ല് മേലേക്ക് വന്നാൽ ml⁻⁻1 t⁻⁻1 മേലേക്ക് പോയാൽ +1 -2 +1 -2 t⁻⁻1. ഓക്കെ, എത്രാമത്തെ ടേണാണ് ഹീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതൊക്കെ ഓർത്തെക്കണം കേട്ടോ. ഇനി ഡൈമെൻഷണൽ ഫോർമുല ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഫൈ. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? B × A, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയെന്ന് കാണുക? ഞാൻ എങ്ങനെയാണ് കണ്ടിരുന്നത്? F = QVB. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ B F/QV. ഫോഴ്സ് mL⁻². Q ചാർജ്, കറണ്ട് പറഞ്ഞാൽ ചാർജ് അപ്പോൺ ടൈം, ചാർജ് കറണ്ട് ഇൻറ്റു ടൈം, ആംപിയർ ഇൻറ്റു ടൈം ഇൻറ്റു എന്താണ് നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് അപ്പോൺ ടൈം. എല്ലും കട്ട് ചെയ്തു, ടിയും കട്ട് ചെയ്തു. അപ്പോൾ mA⁻⁻1 t⁻⁻2 ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ. അപ്പോൾ എന്നാ ഏതോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കിട്ടി mA⁻⁻1 t⁻⁻2 ഇൻറ്റു ഏരിയ എന്താ L². അപ്പോൾ കിട്ടിയില്ലേ mL² t⁻⁻2 A⁻⁻1 mL² t⁻⁻2 A⁻⁻1. ഓപ്ഷൻ നമ്പർ A. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following groups have quantities that do not have same dimension? ഏതിൻ്റെ ഡൈമെൻഷൻസ് ആണ് ഡിഫറെൻ്റ് എന്നുള്ളത്. അതൊക്കെ ഇതൊന്നും ശരിക്കും ചെയ്ത് നോക്കരുത് കേട്ടോ. നമുക്ക് ബേസിക് ഇക്വേഷൻ അറിയാൻ തന്നെ കിട്ടും. പ്രഷർ എന്താടാ? ഫോഴ്സ് അപ്പോൺ ഏരിയ. സ്ട്രെസ് എന്താ? ഫോഴ്സ് അപ്പോൺ ഏരിയ. രണ്ടിൻ്റെ ഡൈമെൻഷൻ സെയിം. അപ്പോൾ A ഓപ്ഷൻ അല്ല. വെലോസിറ്റി സ്പീഡ് രണ്ടും ഡൈമെൻഷൻ സെയിം. ഇനി എന്താ? ഫോഴ്സ് ഇമ്പൾസ് കിട്ടി. ഇമ്പൾസ് പറഞ്ഞാൽ എന്താടാ? ഫോഴ്സിൻ്റെ റേറ്റ് ആണ്, ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അതാണ് ഇമ്പൾസ്. ഫോഴ്സ് പറഞ്ഞാൽ ഫോഴ്സ്. ഓക്കെ, വർക്ക് എനർജി സെയിം. അപ്പോൾ ഓപ്ഷൻ നമ്പർ C. ഈസി വെരി ഈസി ക്വസ്റ്റ്യൻസ്. ഡൈമെൻഷൻസ് ഓഫ് പ്ലാങ്ക് കോൺസ്റ്റന്റ് ഈസ്. പ്ലാങ്ക് കോൺസ്റ്റന്റ് എനിക്ക് അറിയുന്ന ഏതെങ്കിലും ഇക്വേഷൻ എടുത്തിട്ട് ചെയ്താൽ മതി. ഞാൻ ബേസിക് ഇക്വേഷൻ എടുക്കട്ടെ. E = h². അപ്പോൾ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1/ടൈം. ഓക്കെ, ഇതപ്പുറത്ത് പോയാൽ എച്ചിൻ്റെ എന്ത് വരും? എനർജി ഇൻറ്റു ടൈം. എനർജി ബൈ ഫ്രീക്വൻസി വരും. അപ്പോൾ എനർജി ഇൻറ്റു ടൈം. എനർജി പറഞ്ഞാൽ എന്താ? വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? F.S. അപ്പോൾ mL⁻⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ടൈം. അപ്പോൾ എന്ത് വരും? mL² t⁻⁻2 + 1 t⁻⁻1 mL² t⁻⁻1. ഇത് ക്വസ്റ്റ്യൻ എന്താ? ഡൈമെൻഷൻ എന്താണെന്നല്ല, ഏതിൻ്റെ ഒപ്പാണ് സെയിം ആവുക എന്നുള്ളത്. എനർജി ആവുമോ? കാരണം എനർജി ഇൻറ്റു ടൈം നമ്മൾ ചെയ്തു. എനർജി ആവില്ല. പവർ ആവുമോ? പവർ പറഞ്ഞാൽ എന്താ? വർക്ക് അപ്പോൺ ടൈമാണ്. ഓക്കെ, അതായത് എനർജി ബൈ ടൈമാണ്. നമ്മളിപ്പോൾ ചെയ്തത് എന്താ? എനർജി ഇൻറ്റു ടൈമാണ്. അപ്പോൾ പവർ ആവുമോ? ഇല്ല. മൊമെൻ്റ് എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. അതാവുമോ? mL⁻⁻1 അല്ലല്ലോ, അല്ല. ആംഗുലാർ മൊമെൻറ്റം അഗെയിൻ MVR. ഓക്കെ, MVR ചെയ്ത് നോക്കാം. MV അവിടെ കിട്ടിക്കണോ? അതിൻ്റെ കൂടെ തന്നെ ഒരു എല്ലാം കൂടി കൂട്ടിയാൽ എന്തായി? mL² t⁻⁻1. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം. ഇനി ദ യൂണിറ്റ് ഓഫ് സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ഈസ്. ഇതെന്താ? സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അവിടെ നമുക്ക് ബോൾട്ട് ഇളകിയിരിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ ലോ നമുക്ക് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അപ്പോൾ എന്താണ് സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ ലോ പറയുന്നത്? അതായത് ഒരു ബ്ലാക്ക് ബോഡി വന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ σA t⁴. ഇതാണ് ഇക്വേഷൻ. ഇതിൽ സിഗ്മയാണ് എന്ത്? സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. A എന്ന് പറഞ്ഞാൽ ഏരിയ, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചറിൻ്റെ 4th പവറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാവും, ഏരിയക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാവും പവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി സിഗ്മൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എന്ത് ബ്ലാക്ക് ബോഡിക്ക് ആണെങ്കിൽ ഇത് വരാം, നോൺ ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എന്താ ഒരു എമിസിവിറ്റി എന്നുള്ളത് വരും. അതൊക്കെ നമുക്ക് എന്താ ചെയ്യാം? തെർമൽ പ്രോപ്പർട്ടീസിൽ വരാം. അതിൻ്റെ ആവശ്യം ഈ ചാപ്റ്ററിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താ സിഗ്മൻ്റെ യൂണിറ്റ് പറഞ്ഞാൽ പവർ ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടെമ്പറേച്ചർ ⁻⁴. പവറിൻ്റെ എന്താ? വാട്ട്. ഏരിയ m², ടെമ്പറേച്ചർ Kelvin⁻⁴. വാട്ട് അപ്പോൺ m², Kelvin⁻⁴. ഓപ്ഷൻ നമ്പർ A. ഈസി. അപ്പോൾ ആ ലോ അറിഞ്ഞില്ലെങ്കിൽ 3G. ലോ അറിഞ്ഞാൽ അടിപൊളി. നമ്മൾ 2002 എത്തി. ഓക്കെ, 1988 തുടങ്ങിയിട്ട്. ഡൈമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതാണ് ഞാൻ പറഞ്ഞത് ജീൻ്റെത് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഫോഴ്സ് ജി കൊണ്ട് നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ. ഫോഴ്സ് G(m1m2) / r². ഇതിൽ കൊടുത്താൽ മതി. അപ്പോൾ G എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു r² ഡിവൈഡഡ് ബൈ m1m2. ഓക്കെ, അപ്പോൾ ഇനി ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സലറേഷൻ mL⁻⁻2 ഇൻറ്റു
ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസിൻ്റെ സ്ക്വയർ M1 M2 മാസ് ഇൻറ്റു മാസ് അപ്പം എം സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എമ്മും എം ബൈ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ m⁻⁻1 m⁻⁻1 ഇൻറ്റു എല്ലും എൽ സ്ക്വയറും എൽ ക്യൂബ് t⁻². ഓപ്ഷൻ നമ്പർ ബി ഈസി. അടുത്ത 2004 തന്നെ അടുത്ത ചോദ്യമാണ് എന്ത്? ദ യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഫ്രീ സ്പേസ് എപ്സിലോൺ. ഇതും അതേപോലെ തന്നെ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം. മറ്റൊരു ജിക്ക് പകരം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അതിൻ്റെ അപ്ലിക്കേഷൻ എന്താടാ? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ എപ്സിലോണിന് അപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? Q1 Q2 ഡിവൈഡഡ് ബൈ 4π അവിടെ കിട്ട ആവശ്യമില്ല, ഡയമെൻഷനാണ്, ഫോഴ്സ് ഇൻറ്റു ആർ സ്ക്വയർ. അപ്പോൾ അതാണ് എപ്സിലോൺ. ഇനി തുടങ്ങിക്കോ. ഇതിൻ്റെ എന്താ? ഐ മീൻ ചാർജിൻ്റെ കൂളംബ്. അപ്പോൾ കൂളംബ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫോഴ്സിൻ്റെ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ. കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ത് വരും? ഓപ്ഷൻ നമ്പർ ഡി. ഇതൊക്കെ ഈ സമയത്തൊക്കെ നല്ല ആ എക്സാം പ്രഷറിൽ ഓപ്ഷൻ നല്ല രീതിയിൽ വായിക്കണ്ടോ. അപ്പോൾ നോക്കാം, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. നമ്മൾ ആ പ്രഷറിൽ ഈ ബ്രാക്കറ്റൊക്കെ മറന്നു പോകും. അങ്ങനത്തെ ഒക്കെ സിമ്പിൾ മിസ്റ്റേക്സ് ഇതിൽ വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ എന്താടാ ഇതൊക്കെ ഡിറൈവ് ചെയ്യാനാണ് പണി. ഓക്കെ, യൂണിറ്റ് മെഷർമെന്റ് ഒറ്റ മാർക്ക് പോലും ഈ ഒരു നമ്മുടെ സീരീസ് കാണുന്ന കുട്ടിക്ക് പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈമെൻഷൻസ് ഓഫ് യൂണിറ്റ്. അത് സെയിം ക്വസ്റ്റ്യൻ എറർ പറ്റിയതാണ്, അപ്പോൾ നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇനി 2005 എത്തി. റേഷ്യോ ഓഫ് ഡൈമെൻഷൻ ഓഫ് പ്ലാങ്ക് കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് നമ്മൾ ചെയ്തതാണ്, ഒന്നുകൂടെ ചെയ്യാം. ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ 1/t. അപ്പോൾ ഈ 1/t അപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു ടി ആവും. അപ്പോൾ എച്ചിൻ്റെ പറഞ്ഞാൽ എനർജി ഇൻറ്റു ടൈം. ഓക്കെ, എനർജി എന്താടാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താ? mL⁻² ഇൻറ്റു ഡിസ്റ്റൻസ് എൽ ഇൻറ്റു ടൈം ടി. ഓക്കെ, അപ്പോൾ എന്ത് വരും? mL² t⁻⁻1 പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ. ഇനി മൊമെന്റ് ഓഫ് ഇനേഷ്യ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ വരല്? പലതിനും മാറും, എന്നാലും ബേസിക്കലി മാസ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ് mr²/2 mr², 3/4 mr², ml². ഓക്കെ, അപ്പോൾ മാസിൻ്റെ എന്താ? m, ഡിസ്റ്റൻസ് സ്ക്വയർ ml². അപ്പോൾ ഇനി എന്താണ്? എച്ച് ഡിവൈഡഡ് ബൈ ഐൻ്റെ ആണ്. അപ്പോൾ എച്ചിൻ്റെ എന്താ? mL² t⁻⁻1 ഡിവൈഡഡ് ബൈ i ml². ml² പോയാൽ t⁻⁻1. അതായത് ഇത് ഏതിൻ്റെ ഡയമെൻഷനാണ്? t⁻⁻1 ഏതാടാ? ടൈമാണോ? അല്ല, ഫ്രീക്വൻസി. ഈസി, വെരി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അഗെയിൻ. The velocity v of a particle at a time t is given by v equal to at plus v by t plus c, where a, b, c are constants. The dimensions of a, b, c respectively are. അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് ഇത് ഈ ഇപ്പോൾ വെലോസിറ്റി വിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എ ടീൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ബൈ ടി പ്ലസ് സി. ഇതിൻ്റെ മൂന്നിൻ്റെ ഡയമെൻഷൻ, അതാണ് പ്രിൻസിപ്പൾ ഹോമോജനിറ്റി പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ ഈ രണ്ട് ടേം ടിയും സിയും കൂടെ ആഡ് ചെയ്ത് പോകണം. അപ്പം എന്താണ്? സീൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ടീൻ്റെ ഡയമെൻഷനാണ്, അതായത് t⁻1 ആണ് സീൻ്റെ ഡയമെൻഷൻ. ഇനി എന്താ? എട്ടിൻ്റെ ഡയമെൻഷനും വെലോസിറ്റിയുടെ ഡയമെൻഷനും സെയിം അല്ലേ? അപ്പോൾ എൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ വെലോസിറ്റിൻ്റെ LT⁻⁻1 ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ LT⁻². ഒന്നിൻ്റെ ടി, ഒന്നിൻ്റെ LT⁻². അപ്പം തന്നെ ആൻസർ കിട്ടിയിട്ട് നോക്കാം. LT⁻² ആകെ ഒന്നിലേ വരണുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് മറ്റേ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഇനി എന്താ വെച്ചാൽ ബീൻ്റെയും ടി പ്ലസ് സി ഈ ഒരു ഡയമെൻഷനും എന്താണ്? നമ്മളെ വെലോസിറ്റിയുടെ ഡയമെൻഷൻ സെയിം ആണ്. എടാ t+c t- ഇവിടെ വന്നാലും ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൻ്റെ എടുത്താൽ മതി. പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി ഇതൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ബീൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ ഡയമെൻഷൻ, അതായത് ടി ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ പീൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു LT⁻⁻1 ഇൻറ്റു t⁻+1, അതായത് എൽ. അപ്പോൾ LT⁻², എൽ ടി. ഓക്കെ, പ്രിൻസിപ്പൾ ഓഫ് ഹോമോജനിറ്റി ബേസിക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ഇൻ എൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ ഓഫ് മാസ്, എൽ, ടൈം, കറണ്ട്. അതായത് റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻസ് വെച്ചേക്കണം. ഞാൻ എങ്ങനെ ചെയ്യലെന്ന് അറിയാം. ഞാൻ എപ്പോഴും എനർജിൻ്റെ ടേംസിലാണ് ചെയ്യാറില്ല. H=I²RT ബസ്. അപ്പോൾ എന്താ വെച്ചാൽ എച്ച് എന്താ? എനർജി, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് mL⁻⁻2 ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എൽ ഈസ് ഈക്വൽ ടു I² ആംപിയർ² ഇൻറ്റു റെസിസ്റ്റൻസ് ഇൻറ്റു ടൈം ഇൻറ്റു ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക വെച്ചാൽ എന്താ? L² ആയി mL² t⁻². ഇതൊക്കെ ഇങ്ങോട്ട് ഡിവിഷനും കൊണ്ടുവരും. അപ്പോൾ A²
ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിൻ്റെ. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ എന്ത് വരും? ഈ ടി ഇങ്ങോട്ട് മേലോട്ട് പോയാൽ ടി റേസ് ടു -1, അപ്പോൾ അത് അതിക്ക് ആഡ് ആവും. അപ്പോൾ എന്താവും? ml² ടി റേസ് ടു -3 എ റേസ് ടു -2 ml². ടി റേസ് ടു ഇവിടെ എക്ക് പകരം ഐ എന്നാണ് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ ഐ റേസ് ടു -2 എന്ന് വരും. ഐ റേസ് ടു -2 വരുന്ന ഒന്നേ ഉള്ളൂ. ml² ടി റേസ് ടു -3 ഐ റേസ് ടു -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 2008 എത്തി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ഇയർ നോക്കുന്നുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് 5 ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഹാവ് സെയിം ഡയമെൻഷൻസ്? ഓക്കെ, ഏതിനാണ് സെയിം ഡയമെൻഷൻ എന്നുള്ളത്? എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റിൻ്റെ എന്താ? എനർജി ബൈ വോളിയം. എനർജി നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഡയമെൻഷനിൽ. എനർജി ബൈ വോളിയം എന്ന് പറയുമ്പോൾ എനർജിൻ്റെ ഇതെന്താ? ഫോഴ്സ് ഇൻറ്റു, ഞാൻ നീ പറയണം, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താ? ml ടി റേസ് ടു -2. ഡിസ്റ്റൻസ് എന്താ? L. അപ്പോൾ എന്താവും? ml² ടി റേസ് ടു -2 ml² ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്താ വരും? L3. അപ്പോൾ എന്ത് വരും? ml റേസ് ടു -1 ടി റേസ് ടു -2 അത് വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇതെന്താടാ? നമ്മൾ പറഞ്ഞ നേരത്തെ വെലോസിറ്റിൻ്റെ റേഷ്യോ ആണ്. ഡയമെൻഷൻ ഇല്ല. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റിനും ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ബി ആൻഡ് സി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോറി, യു ആർ നോട്ട് ലക്കി. അപ്പോൾ എന്താ? യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് അപ്പോൺ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ എന്ത് വരും? സ്ട്രെസ് എന്താ? ഫോഴ്സ് അപ്പോൺ ഏരിയ. സ്ട്രെയിന് ഡയമെൻഷൻലെസ്സാ. സെയിം യൂണിറ്റ് അല്ല. ഡെൽറ്റ എൽ ബൈ എൽ, ഡെൽറ്റ വി ബൈ വി അതാ. അപ്പോൾ ഇതിനെ സ്ട്രെസ്സിന് മാത്രമേ ഇവിടെ ഡയമെൻഷൻ ഉള്ളൂ. സ്ട്രെസ് ഫോഴ്സ് അപ്പോൺ ഏരിയ. ഫോഴ്സ് എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ. ml ടി റേസ് ടു -2 ഡിവൈഡ് ബൈ ഏരിയ L². കിട്ടി. എല്ലോ വെട്ടിപ്പോയാൽ അടിയിൽ എല്ലോ മേൽക്കുമ്പോൾ L റേസ് ടു -1 ടി റേസ് ടു -2. അപ്പോൾ ഇതിന് രണ്ടിനും സെയിം. എക്കും ഡിക്കും സെയിം. അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കണ്ടെത്തിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. F = QVB കൊടുക്കുക, എന്നിട്ട് BF ബൈ QV എടുക്കുക, QIT എടുക്കുക, സാധനം കിട്ടി. ഓക്കെ, അപ്പോൾ ആൻസർ. ഇനി സെയിം സാധനം. ഇഫ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റേഡിയസ് ഓഫ് എ സ്ഫിയർ ഈസ് 2%, എറർ ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് വോളിയം ഓഫ് സ്ഫിയർ. ആ വോളിയം ഓഫ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ കഴിഞ്ഞു. എന്താണ് വോളിയം ഓഫ് സ്ഫിയർ? 4/3πr3. അത് ഇനി നേരത്തത് അതേപോലെ തന്നെ ഡെൽറ്റ വി ബൈ വി എന്ത് വരും? ഇൻറ്റു 100 എന്ത് വരും? 4/3 പോട്ടെ, കോൺസ്റ്റൻ്റാ. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 2 ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇഫ് ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല അത് സോറി കേട്ടോ, അതല്ല. ഞാൻ അങ്ങനെ ഈ റേസ് ടു കണ്ടപ്പോൾ അതാ. ഇത് സിമ്പിൾ സാധനം. m റേസ് ടു a l റേസ് ടു t b t റേസ് ടു c ആണെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിൽ ബി. എടാ എന്ത് ബേസിക്സ് ആണ് എടാ. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? സോറി എൽ ടി റേസ് ടു -1. അവിടെ m 0 അല്ല വരുന്നത്. അപ്പോൾ ആക്സലറേഷൻ എന്താ? ആക്സലറേഷൻ്റെ മാസ് എന്നുള്ള ടേം വരില്ല, വേ പോയി. ഫോഴ്സിൽ മാസ് വരൂല, പിന്നെ എന്താ? 0 പോയി. പ്രഷർ എന്താ? ഫോഴ്സ് അപ്പോൺ ഏരിയ. ml ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ L². അപ്പോൾ ml റേസ് ടു -1 ടി റേസ് ടു -2 1 - 1 2 ഈസി. ഡയമെൻഷൻ ഓഫ് ഹാഫ് ε0 ഈ സ്ക്വയർ വേറെ ഈസി. എത്ര ഹാഫ് ε² എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഡെൻസിറ്റി. ഇതൊക്കെ പക്ക ബേസിക് NCERT ഇക്വേഷൻ. ഐ മീൻ എനർജി ഡെൻസിറ്റിൻ്റെ ഇക്വേഷനാണ് ഹാഫ് ε0 എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. അറിഞ്ഞില്ലെങ്കിൽ മൂഞ്ചി. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ε0 കണ്ടെത്തുക. പിന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എങ്ങനെ കണ്ടെത്തുക വെച്ചാൽ F = Q ഇട്ട് കണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നത്. അതല്ല, ഒരു പക്ക ഒരു NCERT ഇക്വേഷൻസ് ഒക്കെ പഠിച്ച ഒരാൾക്ക് എന്താണ് എനർജി ഡെൻസിറ്റി ആണെന്ന് മനസ്സിലാവും. എനർജി ഡെൻസിറ്റി പറഞ്ഞാൽ എനർജി അപ്പോൺ വോളിയം. എനർജിൻ്റെ എന്താ? ഒന്നുകൂടി F.S. അപ്പോൾ ml ടി റേസ് ടു -2 ഇൻറ്റു L, അതായത് ml² ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ വോളിയം L3. അപ്പോൾ ml റേസ് ടു -1 ടി റേസ് ടു -2 ടി റേസ് ടു -2 ഓപ്ഷൻ ബി. അതായത് നമ്മൾ 2010 കഴിഞ്ഞു അല്ലേ? 2011. ഓക്കെ. ഡെൻസിറ്റി ഓഫ് എ മെറ്റീരിയൽ ഇൻ CGS സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇസ് 4 g/cm3. In a system of unit in which the unit of length is 10 cm and unit of mass is 100 gram, value of density of material will be. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ CGS സിസ്റ്റത്തിലാണെങ്കിൽ 4 g/cm3 ആണ്. ഇനി വേറൊരു സിസ്റ്റം അതിലെന്താ വെച്ചാൽ സെൻറ്റിമീറ്ററിന് പകരം 1 സെൻറ്റിമീറ്ററിന് പകരം 10 സെൻറ്റിമീറ്റർ ആണ്. 1 ഗ്രാമിന് പകരം 100 gram ആണെങ്കിൽ ഇവിടുത്തെ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അതിനെന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ജസ്റ്റ് അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ 4 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ 100 gram എന്ന് കൊണ്ടുവരണം. ഓക്കെ, അതാണ് നമ്മളെ എയിം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ 100 gram ഇൻറ്റു അവിടെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യുക?
100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇൻറ്റു 10⁻². ഓക്കെ, ഡിവൈഡഡ് ബൈ, ഇനി എന്താക്കണം, നമുക്ക് സെൻറ്റിമീറ്ററിന് എന്താക്കണം വെച്ചാൽ 10 സെൻറ്റിമീറ്റർ ആക്കണം. ഓക്കെ, അപ്പോൾ 10 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ അവിടെ എന്ത് വന്നു, ഒരു 10⁻³ അവിടെ ഒരു എക്സ്ട്രാ വന്നു, അതിലില്ലാത്തൊരു സാധനം. അപ്പോൾ എന്ത്, ഇപ്പോൾ ഡെൻസിറ്റി ആണ് ഇട്ടത്. അപ്പോൾ എന്ത് വരും വെച്ചാൽ ഒരു 10⁻³ അവിടെ വന്നാൽ എക്സ്ട്രാ നമ്മൾ ചെയ്താൽ ഒരു 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 100 ഗ്രാം ഡിവൈഡഡ് ബൈ 10 സെൻറ്റിമീറ്റർ ക്യൂബ്. നമുക്ക് ആ കിട്ടേണ്ട സാധനം കിട്ടി, ഇൻറ്റു 10⁻² ഡിവൈഡ് ബൈ 10⁻³ ഈ 10⁻³ പ്ലസ് മേലോട്ട് വന്നാൽ 10⁻+3 ആവും. അപ്പോൾ 10⁻+3 മൈനസ് 10⁻² എന്ത് വരും, ഇൻറ്റു 10⁻² 10 വരും. ഓക്കെ, അപ്പോൾ വരും എന്താ വെച്ചാൽ 100 ഗ്രാം പെർ 10 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ 40 ആണ് ആൻസർ അതിൽ വരിക. മനസ്സിലായോ? ജസ്റ്റ് ആ യൂണിറ്റ് ചെയ്ത് എന്നിട്ട് എന്താ വെച്ചാൽ ആ യൂണിറ്റിക്ക് ഈ യൂണിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഗ്രാം എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, 100 ഗ്രാം ആക്കണം. അപ്പോൾ എന്താ, ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് അതിനെ അസാധുവാക്കാൻ എന്ത് ചെയ്യുക, ഒരു 100 കൊണ്ട് ഡിവൈഡും ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദ ഡയമെൻഷൻസ് ഓഫ് μ0 ε0 റേസ് ടു -1/2. എടാ, ഇതും ബേസിക് സാധനമാണ്. എന്താണ് ഈ 1, ഇതെന്താ വെച്ചാൽ, അതായത് μ0 ε0 റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ എന്താ, 1/√μ0 ε0. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കേട്ടിക്കണോ? കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ NCERT പഠിച്ചിട്ടില്ല. NCERT ഒരു ബേസിക് ഇക്വേഷനാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് 1/√μ0 ε0. ഇത് അറിയുന്ന ആൾക്ക് കഴിഞ്ഞു, ഇത്രയും കിട്ടി. അതായത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ, അതാണ് ചോദിച്ചിട്ടുള്ളത്, LT⁻⁻1. നേരെ കുറച്ച് ഇത് അറിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, ε0 കണ്ടെത്തുക, എന്നിട്ട് μ0 കൊണ്ട് സെപ്പറേറ്റ് കണ്ടെത്തുക, അത് രണ്ടും 1/√. ഒരാവശ്യമില്ല, 1/√μ0 ε0 ഇതാണ്ടോ 2 ഇയർ ചോദിച്ചേക്കണം. അപ്പോൾ 1/√μ0 ε0 വെലോസിറ്റി ഐ മീൻ സ്പീഡ് ഓഫ് ലൈറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തത്. ഓക്കെ, NCERT നേരത്തെ പറഞ്ഞ പോലെ ആ ½ ε0 പോലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം സാധനം. ഇനി എക്സ്പെരിമെൻറ്റ് 4 ക്വാണ്ടിറ്റീസ് ABCD തന്നിക്കണം. എന്താണ് അതിൽ എറർ 1, 2, 3, 4 ആണ്. ഓക്കെ, ABCDൻ്റെ ക്വാണ്ടിറ്റി P is calculated as follows: A³ B² ഡിവൈഡ് ബൈ CD. പെർസെൻറ്റേജ് എറർ ഇൻ P. ഡെൽറ്റ P/P ഈസ് ഈക്വൽ ടു ഇൻറ്റു 100 ഇട്ടാൽ ഞാൻ ഇതിനില്ല, ഈക്വൽ ടു ഇൻറ്റു 100 ഇടുന്നോട്ടെ, നമ്മൾ പൂച്ചിക്കാൻ പാടില്ല ഫിസിക്സിന്. 3 ഇൻറ്റു ഡെൽറ്റ A/A പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ B/B പ്ലസ് ഡെൽറ്റ C/C പ്ലസ് ഡെൽറ്റ D/D ഇൻറ്റു 100. ഇനി എന്താ, അതൊക്കെ തന്നുക്കണു. ഡെൽറ്റ A/A ഇൻറ്റു 100 എത്ര, 1%. അപ്പോൾ 3 ഇൻറ്റു 1 3 3 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ B/B എത്ര, 2. അപ്പോൾ 2 പ്ലസ് ഡെൽറ്റ C/C എത്ര, 3 പ്ലസ് ഡെൽറ്റ D/D എത്ര, 4. അപ്പോൾ എത്ര, 3 4 7 3 10 14 14%. ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഹാവിങ് സെയിം ഡയമെൻഷൻസ്. ഏതിനാണ് സെയിം ഡയമെൻഷൻ ഉള്ളത്? നേരത്തെ ABCD എന്ന് തന്നതിന് പകരം ഓരോ ഓപ്ഷൻ ആക്കിയിട്ട് തന്നു. യങ്സ് മോഡുലസിൻ്റെ ഇതെന്താ, യങ്സ് മോഡുലസ് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് പറഞ്ഞാൽ ഫോഴ്സ് അപ്പോൺ ഏരിയ. ഓക്കെ അല്ലേ? എടാ, ഇത് ശരിക്കും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ ഇക്വേഷൻ എഴുതി വെക്കുക, നിങ്ങൾ ഡയമെൻഷൻ കണ്ടെത്തേണ്ട ആവശ്യമില്ല. എന്നിട്ട് എനർജി ഞാൻ എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനർജി വെച്ചാൽ വർക്ക് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസാണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഡയമെൻഷൻ സെയിം ആവുമോ? നോ, പോയി. ഇമ്പൾസ് ആൻഡ് സർഫസ് ടെൻഷൻ. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ത്, ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത്, യൂണിറ്റ് ലെങ്ത്തിലുള്ള ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ ലെങ്ത്, സെയിം ആവുമോ? ഇല്ല. ആംഗുലാർ മൊമെൻറ്റം ആൻഡ് വർക്ക്, അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. മനസ്സിലായോ? ഡിസ്റ്റൻസ്. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ, മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, അതായത് MVR ആണ്. അപ്പോൾ അത് ഈക്വൽ ആവുമോ? അല്ല. കണ്ടോ, ഇങ്ങനെ ഇത് ഇങ്ങനെ കിട്ടിയാൽ പിന്നെ സാധനം കിട്ടിയാൽ നമുക്ക്. പിന്നെ എന്താ, വർക്ക് ആൻഡ് ടോർക്ക്. വർക്ക് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ടോർക്ക് പറഞ്ഞാൽ എന്താ, R×F, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. കണ്ടോ, ശരിക്കും ഡയമെൻഷൻ കണ്ടെത്താൻ ആവശ്യമില്ല, നമുക്ക് ആ ബേസിക് ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് ഉത്തരം കിട്ടി. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോത്തിനും ഇങ്ങനെ കണ്ടെത്തുക. ഇതൊക്കെ ഞാൻ ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയ സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, സ്മാർട്ട് വർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഫോഴ്സ്, വെലോസിറ്റി ആൻഡ് ടൈം ആർ ടേക്കൺ ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ദെൻ ഡയമെൻഷൻസ് ഓഫ് മാസ് ആർ. ഇത് ഏതറിയോ, നമ്മൾ ആദ്യം ചെയ്തില്ല,
റേസ് ടു എക്സ്, അത് ആ ഒരു ടൈപ്പാണത്. അപ്പോൾ അതായത് ഫോഴ്സും വെലോസിറ്റിയും ടൈമിൻ്റെ ഡൈമെൻഷൻ ഓഫ് മാസിൻ്റെ കേസിൽ ഇതാണ്. ഇത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എങ്ങനെ വെച്ചാൽ ഇത് പ്രോപ്പർ മെത്തേഡ് പറഞ്ഞാൽ, പിന്നെ ഉഡായിപ്പ് ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് റേസ് ടു എക്സ്, വെലോസിറ്റി റേസ് ടു വൈ ആൻഡ് ടൈം റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു മാസ് റേസ് ടു 1, എൽ റേസ് ടു 0, ടി റേസ് ടു 0. ഫോഴ്സ് എന്താടാ, മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം എൽ ടി റേസ് ടു -2 റേസ് ടു എക്സ് ഇൻറ്റു വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം, എൽ ടി റേസ് ടു -1 റേസ് ടു വൈ, ടൈം റേസ് ടു സെഡ് ഈസ് ഈക്വൽ ടു എം റേസ് ടു 1, ബാക്കി രണ്ടും 0. ഞാൻ അങ്ങനെ എഴുതിയേക്കാട്ടാ. ഇനി എന്താ, എമ്മിൻ്റെ ടേംസ് മാത്രം ഒരു സൈഡിലേക്കാക്കെ, ആകെ ഒന്നേ ഉള്ളൂ, എക്സ് മാത്രം. ഇനി എല്ലിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്കാക്കെ, എൽ റേസ് ടു എക്സ്, ഇവിടെ ഒരു പ്ലസ് വൈ ഉണ്ട്. ഓക്കെ, ഇനി ടീൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ചാക്ക്, ടി -2x വരുന്നുണ്ട്, ഇവിടെ ഒരു -y വരുന്നുണ്ട്, ഇവിടെ ഒരു പ്ലസ് സെഡും വരുന്നുണ്ട്. ഈസ് ഈക്വൽ ടു എം റേസ് ടു 1, എൽ റേസ് ടു 0, ടി റേസ് ടു 0. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് ഫോഴ്സിൻ്റെ മേലെ 1 ഉള്ളത്, 4 ഓപ്ഷനിൽ എഫിൻ്റെ മേലെ 1 കേട്ടോ. ഇനി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0, അതായത് വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ നെഗറ്റീവാണ്, അഥവാ വൈ എന്ന് പറഞ്ഞാൽ -x, അതായത് -1. ഓക്കെ, ഇനി ടി പറഞ്ഞാൽ എന്താ, -2x, ടി അല്ല, നമുക്ക് z ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ -2x - y പ്ലസ് z ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ z എന്ന് പറഞ്ഞാൽ എന്താ, 2x പ്ലസ് വൈ, നമുക്ക് z-ഉം x-ഉം y-യും കിട്ടിയില്ലേ. 2 × 1, 2 പ്ലസ് y എന്താ, -1, 1. അപ്പോൾ x1, y -1, z-ഉം +1. അപ്പോൾ ഈ y എന്നുള്ളത് -1, y എന്നുള്ളത് ഏതിൻ്റെ ആയിരുന്നു, വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി -1, മറ്റേ രണ്ടും പോസിറ്റീവ്. എന്താ, ഇനി ഞാൻ പറഞ്ഞ പോലെ ഉഡായിപ്പ്. അപ്പോൾ എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതാ, അതായത് ഫോഴ്സ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, ടൈമുണ്ട്, നമുക്ക് മാസാണ് കണ്ടെത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കാം, ഇതൊക്കെ കൂടി ഇപ്പം എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം എന്താ, നമുക്കറിയാം എന്ത്, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ അല്ലേ. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ. കിട്ടി, ഉത്തരം കിട്ടി. മാസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ബൈ വെലോസിറ്റി. വെലോസിറ്റിന് മാത്രം -1. ഇതാണ് ഉഡായിപ്പ്, ടോപ്പേഴ്സ്, ഷുക്കൂർസ് മെത്തേഡ്. ടോപ്പേഴ്സ് അല്ല, ഞാൻ ചെയ്യണം. ഇനി സെയിം ഇതിൻ്റെ പോലെ തന്നെ 2014 ചോദിച്ച അതേ ടൈപ്പ് 2015. ഇപ്പോൾ മനസ്സിലായാലും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ എനർജിയും വെലോസിറ്റിയും ടൈമും തന്നിരിക്കുന്നത്, അതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഡയമെൻഷൻ ആൻഡ് ഫോർമുല ഓഫ് സർഫസ് ടെൻഷൻ ഈസ് സെയിം സാധനം. അപ്പോൾ എനർജി റേസ് ടു എക്സ്, വെലോസിറ്റി, ഇവിടെ ഉഡായിപ്പ് മെത്തേഡ് കുറച്ച് പണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച്, കാരണം ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്നാണ് പറയാൻ പറ്റൂല. ഓക്കെ, വി റേസ് ടു വൈ, ടി റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ്. അപ്പോൾ ഇനി പറ, ഓരോന്ന് നമുക്ക് കൊടുക്കാം. എനർജി, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഫോഴ്സ് എം എൽ ടി റേസ് -2 ഇൻറ്റു എൽ. അപ്പോൾ ml² ടി റേസ് ടു -2 റേസ് ടു എക്സ്. പിന്നെ ഏതാ, വി വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ ടൈം, റേസ് ടു വൈ, ടി പറഞ്ഞ ടൈം, റേസ് ടു സെഡ് ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ, ഫോഴ്സ് അപ്പോൺ ലെങ്ത്. ഫോഴ്സ് പറഞ്ഞാൽ MLT റേസ് ടു -2 മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡിവൈഡ് ബൈ എൽ, എല്ലാം കട്ടായി MT റേസ് ടു -2. അപ്പോൾ MT റേസ് ടു -2. ഓക്കെ അല്ലേ. ഇനി എമ്മിൻ്റെ എല്ലിൻ്റെ ടീൻ്റെ, അപ്പോൾ എൽ റേസ് ടു 0 കേട്ടോ. ഇനി എമ്മിൻ്റെ ഒക്കെ ഒരുമിച്ചാക്കിക്കോ, ആകെ എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ എം റേസ് ടു എക്സ്, എൽ റേസ് ടു ഒക്കെ ഒരുമിച്ചാക്ക്, അപ്പോൾ 2x പ്ലസ് വൈ. ഇനി ടീൻ്റെത് ഒക്കെ ഒരുമിച്ചാക്ക്, -2x - y പ്ലസ് സെഡ് ഈക്വൽ ടു MT. ഇനി എമ്മിൻ്റെ വരാം, x1 കിട്ടി, ഉത്തരം കിട്ടി, x1, അപ്പോൾ സി അല്ല, ഇതിൻ്റെ മേലെ 1 കിട്ടി. ഇനി എന്താ നെക്സ്റ്റ്, 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടീൻ്റെത്, നമുക്ക് എല്ലിൻ്റെ പറ്റുന്നത് എൽ എൽ, അത് ഇവിടെ ഓർഡർ മാറി വേണ്ടി കൺഫ്യൂസ്ഡ് ആയതാണ്. അപ്പോൾ 2x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എല്ലിൻ്റെ എന്താ, അപ്പുറത്ത് 0. അപ്പോൾ y പറഞ്ഞാൽ -2x, -2x പറഞ്ഞാൽ -2, x1 ആണല്ലോ, y -2, അതാ കിട്ടി. ഇത് രണ്ടും ഉണ്ടല്ലോ, അപ്പോൾ ഇതും അല്ല. ഓക്കെ, ഇനി അപ്പം നമുക്ക് 3 ചെയ്യണം, ഉടായ്പ നടക്കൂല. അപ്പോൾ ടി -2 അല്ല വരുന്നത്, അപ്പോൾ -2x - y പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടി -2. ഓക്കെ, ഇനി ഓരോന്ന്, -2x പറഞ്ഞാൽ -2, -y എന്ന് പറയുമ്പോൾ -2 പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2 - 2, അതായത് +2 - 2 കിട്ടും, - പ്ലസ് ആവും, +2 - 2 0 കിട്ടും. അപ്പോൾ സെഡ് ഈക്വൽ ടു 2. Z2 വരുന്ന ഏതാണുള്ളത്,
നമുക്ക് ഓപ്ഷൻ ബി കൊടുക്കാം. ഇവിടെ എന്തോ സൈനിന് എന്തോ പ്രശ്നം വന്നു അല്ലേ? അത് ഞാൻ നോക്കട്ടെ. -2x -y -2x -y പ്ലസ് z ഈസ് ഈക്വൽ ടു -2. ശരി ഇവിടെ -2 ഉണ്ട്. സോറി. അപ്പം എന്താവും? z -2 ആവും. നമ്മുടെ ഓപ്ഷൻ ബി കിട്ടും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്ന മിസ്റ്റേക്ക്. ഞാൻ ഇൻറ്റൻഷനലി വരുത്തിയതാണ്, നിങ്ങൾക്ക് റിപ്പീറ്റ് അടിക്കാതിരിക്കാൻ. അല്ല, എൻ്റെ ഭാഗത്തും തെറ്റിയല്ല. ഇഫ് ഡയമെൻഷൻ ഓഫ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് എ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ ട്യൂബ് ആർ എക്സ്പ്രസ്ഡ് ആസ് ഹീറ്റ റേസ് ടു എക്സ്. സെയിം മറ്റേ ഇതിൻ്റെ മുന്നത്തെ സാധനം തന്നെ. ഹീറ്റ എന്തൊക്കെയാണ്? ഒന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ml⁻⁻1 T⁻⁻1 ഓർത്ത് വെച്ചോ. ഡി റോ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ആർ റേഡിയസ് ഓഫ് ട്യൂബ്. വാല്യൂസ് ഓഫ് എക്സ് വൈ സെഡ് ആർ സെയിം ആണ്. അപ്പോൾ റൈറ്റിൽ LHS ഇത് നമ്മുടെ ക്രിട്ടിക്കൽ വെലോസിറ്റി, RHS ഹീറ്റ റേസ് ടു എക്സ്, റോ റേസ് ടു വൈ ആൻഡ് ആർ റേസ് ടു സെഡ്. ഹീറ്റ് എന്താടാ? ആദ്യം വെലോസിറ്റി. അധികം ഇത് വേണ്ട, മെല്ലെ ചെയ്തു മതി. വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം LT⁻⁻1 ഈസ് ഈക്വൽ ടു ഹീറ്റ് എന്താ? ml⁻⁻1 T⁻⁻1 x. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം ml⁻³ y. പിന്നെ ആർ പറഞ്ഞ ഡിസ്റ്റൻസ് L⁻Z. ഓക്കെ. ഇനി നമുക്ക് എമ്മിൻ്റെ ഒക്കെ എം ആകെ 2 ഉള്ളത്. അപ്പോൾ എക്സ് പ്ലസ് വൈ, എല്ലിൻ്റെ ആക്കാം -x -3y. ഇനി ഒരു മിനിറ്റ്, പ്ലസ് സെഡും കൂടി ഉണ്ടല്ലേ. അപ്പോൾ പ്ലസ് സെഡ്. ടി എന്ന് പറഞ്ഞാൽ -x ആൻഡ് ടി അതേ ഉള്ളൂ. ടി ആകെ -x ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതെന്താണ്? m⁻0 L T⁻⁻1. നമുക്ക് ആദ്യം ടി എന്ന് നോക്കാം. ടീൻ്റെ വെച്ചെന്നെ തുടങ്ങാം. അപ്പോൾ -x ഈസ് ഈക്വൽ ടു -1, x ഈസ് ഈക്വൽ ടു 1. അപ്പോൾ x 1, ആദ്യത്തെ 1 ആണ്. അപ്പോൾ ഇത് രണ്ടുമല്ല ഓപ്ഷൻസ്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ കിട്ടി കഴിഞ്ഞാൽ ഉത്തരം കിട്ടി. അപ്പോൾ രണ്ടാമത്തെ എന്താ വെച്ചാൽ നമുക്ക് എമ്മിൻ്റെ ചെയ്യാം. x + y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ y എന്ന് പറഞ്ഞാൽ -x. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി ഉത്തരം കിട്ടി. അതായത് ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആവണം. ഇതൊക്കെ സെയിം ആണോ എന്നാണെങ്കിൽ അടുത്തതും ചെയ്യാം. എന്താണ്? -x -3y പ്ലസ് z ഈസ് ഈക്വൽ ടു എല്ലിൻ്റെ എന്താ? 1. ഇനി പറ -x എത്രയാണ്? -1 മൈനസ് y പറഞ്ഞാൽ -1 അല്ലേ? 3 × -1 പ്ലസ് z ഈസ് ഈക്വൽ ടു 1 -1 പ്ലസ് 3 പ്ലസ് z ഈസ് ഈക്വൽ ടു 1. z ഈസ് ഈക്വൽ ടു -1 പ്ലസ് 3 പറയുമ്പോൾ എന്ത് വരും? +2 വരും. അപ്പോൾ 1 മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ -2 ആവും, -1 വരും. ഓക്കെ, ഈസി. സെയിം സാധനം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിക്കുക കേട്ടോ. സെയിം കൺസെപ്റ്റ്, വീണ്ടും സെയിം കാര്യം. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് CG²/4πε0 എന്താണ്? അതായത് ഇത് ഈ മൂന്നെണ്ണത്തെ നമുക്ക് ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് കിട്ടണം. മനസ്സിലായോ? അതായത് ലെങ്ത് ഈസ് ഈക്വൽ ടു C⁻x G⁻y E²/4πε0 അങ്ങനെ കിട്ടണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും? m⁻0 L⁻1 T⁻0 ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സി പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് വരുമ്പോൾ LT⁻⁻1 x g. ഇനി ജീൻ്റെയും E²/4πε0 കൊണ്ട് കണ്ടെത്തണം. എങ്ങനെയാടാ ജീൻ്റെ കണ്ടെത്തുക? F ഈസ് ഈക്വൽ ടു G(m1m2/r²). അപ്പോൾ ജീൻ്റെ എന്താ വരിക? ഫോഴ്സ് × r² ഡിവൈഡഡ് ബൈ മാസ് സ്ക്വയർ, മാസിൻ്റെ സ്ക്വയർ. ഫോഴ്സ് മാസ് × ആക്സലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ L² ഡിവൈഡഡ് ബൈ മാസിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരിക? ഈ മാസും കട്ട് ചെയ്തിട്ട് മാസ് മേലെ ഇട്ട് വരും. അപ്പോൾ m⁻⁻1 L³ T⁻⁻2. ഓക്കെ, അപ്പോൾ ഇനി ഇത് ചെയ്യണം. m⁻⁻1 ഇത് കുറച്ച് ചെയ്യേണ്ട കേട്ടോ. ഇതൊക്കെ നിങ്ങളെ കാൽക്കുലേഷൻ സ്പീഡും ഒക്കെ നിങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് E²/4πε0. ചാർജിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 4πε0 എന്താടാ? അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 Q² ഡിവൈഡ് ബൈ r². Q² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് കൊടുക്കുക. E²/4πε0 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക? ഫോഴ്സ് × r². ഫോഴ്സ് × r² എന്ന് പറഞ്ഞാൽ എന്താ വരിക? mLT⁻⁻2 × L². അപ്പോൾ mL³ T⁻⁻2. അപ്പോൾ mL³ T⁻⁻2 Z. ഇനി ഇതൊക്കെ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എമ്മിൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ചാക്കാം. എം ഇവിടെ ഉണ്ട്, -y ഇവിടെ ഉള്ളത് +z. ഇനി എല്ലിൻ്റെ ടേംസ് ഒരുമിച്ചാക്കാം. എക്സ് ഉണ്ട്, ഇവിടെ ഒരു +3y ഉണ്ട്, ഇവിടെ ഒരു +3z ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്?
ടീൻ്റെ ടേംസ് ഒരുമിച്ചാക്കാം. -x ഉണ്ട് ഇവിടെ ആദ്യം, രണ്ടാമത്തിൽ -2y ഉണ്ട്, മൂന്നാമത്തിൽ -2z ഉണ്ട്. ഓക്കെ, അപ്പം എന്താണ് -y + z ഈസ് ഈക്വൽ എമ്മിൻ്റെ ടേംസ് ഇതാക്ക് മീൻ കോറിലേറ്റ് ചെയ്യുക. -y + z ഈസ് ഈക്വൽ ടു 0, z ഈസ് ഈക്വൽ ടു y, z y ഈക്വലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ അല്ലെ മൂന്നാമത്തെ നോക്കാം, ഈ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ടീൻ്റെ ടേംസ് -x ഇത് നമ്മുടെ വായിക്കണ്ട കേട്ടോ, കാരണം ആ സ്ഥലം ആവശ്യമുണ്ടാവും. -x -2y -2z ഈസ് ഈക്വൽ ടു ടീൻ്റെ എന്താ, ടീൻ്റെ പുറത്ത് 0 ആണ്. എന്താണ് സെഡും y ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഡിന് പകരം y എന്ന് കൊടുത്താൽ എന്ത് വരും, -x -2y -2y -4y ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ എന്ത് വരും വെച്ചാൽ x ഈസ് ഈക്വൽ ടു -4y എന്നും വരും. ഇനി ഇത് മൂന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്ക്, അതായത് എല്ലിൻ്റെ 1 അല്ല, x + 3y + 3z ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഇനി എന്ത് ചെയ്യുക, നമുക്കറിയാം എന്ത്, നമുക്ക് ഇതിന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, y കണ്ടെത്താം. x എന്താ -4y എന്ന് തന്നിരിക്കണം. അപ്പോൾ -4y + 3y + 3z, z y ഈക്വലാണ്, 3z ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് 3y + 3y 6y - 4y 2y, 2y ഈസ് ഈക്വൽ ടു 1, y ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. ഓക്കെ, y ഈക്വൽ ടു 1/2 ആയാൽ z 1/2. ഓക്കെ, പിന്നെ എന്താണ് x എന്താ -4 × 1/2 മീൻസ് -2. സോ x പറഞ്ഞാൽ ഇതിൻ്റെ c⁻x c² g⁻1/2 e²/4πε0 1/2 1/2 പറഞ്ഞാൽ കിട്ടിയതാ, c² ആണ് വരിക, 1/c അല്ല. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, c². ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് c². ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ വെച്ചാൽ കാൽക്കുലേഷൻ സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൂ ഗേജ്. ഇത് ഞാൻ വെർനിയർ കാലിപ്പർ പറഞ്ഞ പോലെ സ്ക്രൂ ഗേജ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ 2017 നേരെ നമ്മൾ 2020 ചാടി. കാരണം എന്താ വെച്ചാൽ ഇതും കഴിഞ്ഞിട്ട് ഒരു സ്ക്രൂ ഗേജിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു 2018. പക്ഷെ ഞാൻ സ്ക്രൂ ഗേജ് ഒന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അറിയാം. എനിക്ക് എന്താ അറിയുക, വെർനിയർ നിങ്ങൾ ഫിസിക്സ് അറിഞ്ഞു പഠിക്കടാ. എനിക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തരണം. പക്ഷെ അതിനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻസ്. അപ്പം എന്നാലും ഞാൻ എന്ത് ചെയ്യാം, വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടൂല. ഓക്കെ, അപ്പം ഇനി എന്താ വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ, സ്ക്രൂ ഗേജ് ആണ്. സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാണ്, ലീസ്റ്റ് കൗണ്ട് തന്നിക്കണ്, സർക്കുലർ സ്കെയിലിലെ ഡിവിഷനും തന്നിക്കണ്, പിച്ച ചോദിച്ചിരുന്നു. ഈ ലീസ്റ്റ് കൗണ്ട് എന്താ, പിച്ച് എന്താ, നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് ഇങ്ങനെ കറക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല, അതേപോലെ ഞാൻ ഇവിടെയും കാണിച്ചില്ല. അപ്പോൾ സ്ക്രൂ ഗേജ് ഒക്കെ എല്ലാവർക്കും അറിയണ്ടാവില്ല, വെർനിയർ കാലിപ്പറും പോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിങ്ങനെ കുറച്ച് റിങ്സ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, സ്ക്രൂ ഗേജിൻ്റെ ആ റിങ്സ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വെറുതെ വരയ്ക്കുക വിചാരിച്ചോ. ഇതാണ് ആ റിങ്സ് എന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചോ. പിച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയുക, 3 ഡെഫിനേഷൻസ് നമുക്ക് കൊടുക്കാം. ഇത് അറിയണവരാണെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയിക്കോട്ടോ, ഞാൻ അറിയാത്തവർക്കൊന്നും പറഞ്ഞു തരാനുള്ള ഒരു ആഗ്രഹം, അതുകൊണ്ട് പറയാം. 3 ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതാണ് ഇത് പാർട്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടത്, ഇത് സർക്കുലർ സ്കെയില്, ഇതാണ് മെയിൻ സ്കെയില്, പിന്നെ ഇതാണ് സ്ക്രൂ. അത്ര അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ പിന്നെ ഒരു ഫോർമാറ്റ്, അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ നീറ്റിന് ആവശ്യമില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ ഇതുണ്ടല്ലോ സർക്കുലർ സ്കെയില്, ഈ സർക്കുലർ സ്കെയില് ഇങ്ങനെ, ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ 0-ലാണെന്ന് വിചാരിച്ചോ, ഒരു എക്സാമ്പിൾ. ഈ 0-ൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ 0, എന്നിട്ട് ഇത് ഒരു ഫുൾ റൊട്ടേഷൻ നമ്മൾ കറക്കി, അതായത് ഈ 0-ലുള്ളത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ട് എത്ര മൂവ് ചെയ്യും നമ്മുടെ സ്ക്രൂ, അതായത് സർക്കുലർ സ്കെയിൽ ഒരു ഫുൾ 360 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയാം. അത് ഫുള്ളൊരു റൊട്ടേഷൻ നമ്മളിങ്ങനെ തിരിച്ചിട്ടില്ലേ, ഇതങ്ങനെ എന്താ, ഇത് സ്ക്രൂ എത്ര മൂവ് ചെയ്തു, അതാണ് പിച്ച്. അതന്നെ ഏതിന് ഈക്വലാന്നറിയോ, ഇപ്പം ഈ സ്ക്രൂവിൽ ഇതാ കുറച്ച് റിങ്സ് ഇല്ലേ, ഇതാ എന്ന് പറഞ്ഞില്ല എങ്ങനെ റിങ്സ് ഉണ്ട്, ആ റിങ്സിൻ്റെ അടിയിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് അതിന് ഈക്വലാ. അത് മാത്രമല്ല, ഈ മെയിൻ സ്കെയിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ 2 യൂണിറ്റ് ഉണ്ടല്ലോ, 1 2, അതിൻ്റെ അടിയിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിന് ഈക്വലാ. എന്താ വെച്ചാൽ അതങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. അതാണ് സ്ക്രൂ ഗേജിൻ്റെ രസം. അപ്പോൾ
പിച്ചിന് നമുക്ക് 3 ഡെഫിനേഷൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ അത് ഫുൾ ഒരു സർക്കുലർ സ്കെയിൽ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ എത്ര പോയി ഉള്ളിലോട്ട്, അതന്നെയാണ് എന്ത്, രണ്ട് ആ സ്ക്രൂവിൻ്റെ 2 റിങ് തമ്മിൽ അഡ്ജസൻറ്റ് കോൺസിക്യൂട്ടീവ് റിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, മെയിൻ സ്കെയിലുള്ള ഒരു ഡിവിഷൻ, ഇതാണ് മെയിൻ സ്കെയിൽ, ആ മെയിൻ സ്കെയിലുള്ള ഒരു ഡിവിഷൻ എന്ന് പറയാം. അതാണ് എന്ത് ശരിക്കും പിച്ച്. ഇനി എന്താണ് ലീസ്റ്റ് കൗണ്ട്? നമ്മൾ പറഞ്ഞ കാലിപ്പറിൽ പറഞ്ഞ പോലെ തന്നെ ലീസ്റ്റ് കൗണ്ട് എന്താണ്? ഓക്കെ, ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ തന്നെ അർത്ഥം തന്നെയാണ് എന്ത്, എത്ര അതുകൊണ്ട് ഏറ്റവും ചെറിയ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് അതുകൊണ്ട് എത്ര മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതെങ്ങനെ മെഷർ ചെയ്യുക? ഇപ്പം നമ്മൾ പറഞ്ഞു എന്ത്, ഈ സർക്കുലർ സ്കെയിലിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു എക്സ് ഡിവിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചു. എക്സാമ്പിൾ ചിലപ്പോൾ 50 ഡിവിഷൻ ആവാം, 60. ഇപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറഞ്ഞിരുന്നത്? 50 ഡിവിഷൻ കണ്ട. അപ്പോൾ അതേപോലെ ഒരു എക്സ് ഡിവിഷൻ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പോൾ അത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ എക്സ് ഡിവിഷൻസും തിരിയണ്ടേ. അപ്പം 50 ഇങ്ങനെ എന്താ കണ്ടോ? അപ്പോൾ നോക്ക് ഇവിടെ 1 2 3 4 ഉണ്ടോ, 1 2 3 4 5 6 അങ്ങനെ ചെറിയ ചെറിയ ഡിവിഷൻസാണ്. അപ്പം ഈ ഒരു ഡിവിഷൻ അപ്പുറത്തോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ എത്തണം. അപ്പോൾ അതിൻ്റെ ബേസിക്കലി അർത്ഥം എന്താ വെച്ചാൽ എല്ലാ ഡിവിഷൻസും അത് കവർ ചെയ്യണ്ടേ. കൺഫ്യൂസ്ഡ് ആവല്ലേ, ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇപ്പം ഈ ഒരു സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഫസ്റ്റ് ഡിവിഷൻ. ആ ഡിവിഷൻ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു റൊട്ടേഷൻ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇതിങ്ങോട്ട് തിരിച്ചെത്തണമെങ്കിൽ അത് എത്ര ഡിവിഷൻസ് ഉണ്ട്, അത്ര റൊട്ടേഷൻ അത് പോകണ്ടേ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിനൊരു എക്സ് ഡിവിഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ എക്സ് ഡിവിഷൻ അത് റൊട്ടേറ്റ് ചെയ്താലാണ് പിച്ച് എത്തുക. കൺഫ്യൂസ്ഡ് ആവില്ല കേട്ടോ. അതായത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എടാ ഒരു ഡിവിഷൻ മൊത്തത്തിൽ ഇപ്പം 50 ഡിവിഷൻ ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഡിവിഷൻ 1 2 3 4 5 6 7 8 9 11 48 49 50. അപ്പോൾ 50 തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഒരു ഫുൾ ഇതാക്കുക. അപ്പോൾ മനസ്സിലായി എത്ര ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസ് അത് റൊട്ടേറ്റ് കഴിഞ്ഞാലാണ് എന്ത് ഇവിടെ പിച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുക. ഇനി മനസ്സിലാവാത്തവർ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ബാക്കൊക്കെ അടിച്ചിട്ട് കേട്ടോ. ഇത് റെക്കോർഡ് ലൈവ് ഒന്നല്ല, റെക്കോർഡാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായി ഈ ഡിവിഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ, അതും പിച്ചും എങ്ങനെയാണ് ബന്ധം എന്നത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് നോക്കാം ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ എന്താണ്, അതുകൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഈ ഗ്യാപ്പ് ഇല്ല കേട്ടോ, ക്ലോസ്ഡ് ആണ് എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇനി ലീസ്റ്റ് കൗണ്ട് എന്താണല്ലോ നമുക്ക് നോക്കേണ്ടത്. എന്താണ് ലീസ്റ്റ് കൗണ്ടിൻ്റെ അർത്ഥം ഒന്നുകൂടി നോക്കാം. ലീസ്റ്റ് കൗണ്ട് ഏറ്റവും ചെറിയതായിട്ട് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഗ്യാപ്പ്, അവിടെ ഇപ്പോൾ എത്ര മില്ലിമീറ്റർ വെടുത്തുള്ള ഒരു പേപ്പറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിത്തിരിക്കാൻ പറ്റുക, ഏറ്റവും ചെറിയ വട്ടി കൂടി, അതാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് പിച്ചാവുമോ? ശരിക്കും ചിന്തിച്ചേക്കാം. എടാ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇങ്ങോട്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് എത്ര മൂവ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ക്ലോക്ക് വൈസ് മൂവ് ചെയ്താൽ ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ബാക്കിലോട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് ഫുൾ റൊട്ടേറ്റ് ചെയ്ത്, അപ്പോൾ ഇത് ഏകദേശം എത്ര മൂവ് ചെയ്തിട്ടുണ്ടാവും. ലീസ്റ്റ് കൗണ്ടിന് അത്ര മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എത്ര ശരിക്കും മൂവ് ചെയ്യണം, അവിടെയാണ് സത്യം പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടിൻ്റെ രസം കിടക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു 50 കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്താൽ ഒരു 50 ഡിവിഷൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 50 ഡിവിഷൻസും ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിനെ പിച്ച് എന്ന് പറയുക. അപ്പോൾ എത്ര റൊട്ടേറ്റ് ചെയ്താലും അതിൻ്റെ ഏറ്റവും ചെറിയ ഇതിലെത്തുക. ശരി, ലോജിക്കലി ചിന്തിച്ചേക്കാം, ഒരു റൊട്ടേഷൻ അല്ലേ. അപ്പോൾ അതായത് 50 ഡിവിഷനിലാണെങ്കിൽ 50 റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ 1/5 റൊട്ടേറ്റ് ചെയ്താലല്ല അതിൻ്റെ ഏറ്റവും ചെറിയത് മെഷർ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ലീസ്റ്റ് കൗണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഈ ഗ്യാപ്പിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് വെക്കാൻ പറ്റണ, ചെറുതായിട്ട് മെഷർ ചെയ്യാൻ പറ്റണത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇത് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക്, നമുക്ക് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത്, ഇത് ഇവിടെ ഇങ്ങനെ സർക്കുലർ സ്കെയിൽ ഉണ്ട് കേട്ടോ. ആ സർക്കുലർ സ്കെയിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു ഇപ്പോൾ അതിൻ്റെ 50 നമുക്ക് എക്സാമ്പിൾ എടുക്കാം കേട്ടോ, അത് എത്രയാവട്ടോ. അപ്പോൾ 50 റൊട്ടേഷൻ കറങ്ങിയാലാണ് അത്, ഇപ്പോൾ ഈ സ്ക്രൂ, ഇതാണ് സ്ക്രൂ, അത് ഇവിടെ ഉള്ളത് ഇവിടെ എത്തും. അതായത് ഇതാണ് ഇതിൻ്റെ പിച്ച്. അപ്പോൾ ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്താൽ എത്ര എത്തും, പിച്ച് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ 50 റൊട്ടേഷനിൽ അത് എക്സ് എത്തി.
അപ്പോൾ ഒരു റൊട്ടേഷനിൽ അത്, അതായത് 15ൻ്റെ 1/50, അതായത് 1/50 എന്ന് പറയുമ്പോൾ 1/50 എന്ന് പറയുമ്പോൾ എന്താവും x/50 എന്നാവൂലേ. ഇനി വേറെ ടേംസ് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അതായത് ഒരു റൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു ലീസ്റ്റ് കൗണ്ട് മൂവ് ചെയ്യണം എടുത്തിട്ട്. ഇത് 50 റൊട്ടേഷൻ, എക്സാമ്പിൾ 50 ആട്ടാ. അപ്പം ഒരു റൊട്ടേഷൻ സർക്കുലർ സ്കെയിൽ പറയുമ്പോൾ സ്ക്രൂ ഇവിടെ ഒരു ലീസ്റ്റ് കൗണ്ട് വേണം. 2 കൊടുക്കുമ്പോൾ 2 ലീസ്റ്റ് കൗണ്ടായി. 3ാമത്തെ റൊട്ടേഷൻ ആകുമ്പോൾ 3 ലീസ്റ്റ് കൗണ്ട്. അങ്ങനെ പോയി അതിൻ്റെ സർക്കുലറിൽ 50 എത്തുമ്പോഴല്ല ഒരു പിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് പിച്ച് എന്ന് പറഞ്ഞൂടെ. മനസ്സിലായല്ലോ? ഒന്നുകൂടി ബാക്കിൽ നിന്ന് എടുത്തതാണ്. അതായത് ഒരു റൊട്ടേഷൻ സർക്കുലർ സ്കെയിൽ കറങ്ങിയാൽ ഒരു പിച്ചല്ല, ഒരു ലീസ്റ്റ് കൗണ്ട് മൂവ് ചെയ്യും. 2 ആകുമ്പോൾ 2 ലീസ്റ്റ് കൗണ്ട്. അങ്ങനെ മൂവ് ചെയ്ത് അത് 50 ആകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ചില കേസിൽ 60, ചില കേസിൽ 70, ചിലതിൽ 20, എന്തോ ആവട്ടോ. അപ്പോൾ അത്ര ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് പിച്ച് ആവുക. അപ്പോൾ ഈ എത്ര റൊട്ടേറ്റ് ചെയ്യണു ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അല്ലേ പിച്ച്. അത്രേ ഉള്ളൂടാ കൺസെപ്റ്റ്. അപ്പോൾ വെർനിയർ കാലിപ്പറിലും നമുക്ക് ലീസ്റ്റ് കൗണ്ടിൻ്റെ എങ്ങനെയാണ് പ്രോപ്പർ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലും സ്ക്രൂ ഗേജിലും ഒന്ന് വൃത്തിക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ സ്ക്രൂ ഗേജ് ആസ് ലീസ്റ്റ് കൗണ്ട് തന്നിരിക്കണം 50 ഡിവിഷൻ ഇൻ സർക്കുലർ സ്കെയിൽ, പിച്ച് ഓഫ് സ്ക്രൂ ഗേജ് ഈസ്. പിച്ച് എന്താടാ, നേരത്തെ പഠിച്ച കൺസെപ്റ്റ് പോലെ ഒരു ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു എത്ര ഡിവിഷൻ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു സർക്കുലർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഇവിടെ എത്ര വന്നിരിക്കുന്നത് 0.01 ഇൻറ്റു ഡിവിഷൻ എത്ര 50. അപ്പോൾ എത്ര വരും 0.5 mm. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമ്മുടെ സാധാ പ്രാക്ടിക്കലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. +2 ബോർഡ് എക്സാം ലെവൽ. ഓക്കെ, സ്റ്റുഡൻറ്റ് മെഷർ ദ ഡയമീറ്റർ ഓഫ് എ സ്മോൾ സ്റ്റീൽ ബോൾ. ഓക്കെ, സ്ക്രൂ ഗേജ് യൂസ് ചെയ്താണ് മെഷർ ചെയ്തത്. ലീസ്റ്റ് കൗണ്ട് തന്നിരിക്കുന്നത്, മെയിൻ സ്കെയിൽ റീഡിങ് തന്ന് 0 ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ കോൺസൈഡ് വിത്ത് 25. അപ്പോൾ സർക്കുലർ സ്കെയിൽ ഡിവിഷനിൽ എവിടെയാണ് കോൺസൈഡ് ചെയ്യുന്നത് പറഞ്ഞ് ഇവിടെ ഒരു പുതിയ ടേം എന്ന് വെച്ചാൽ 0 എറർ തന്നിട്ട് ചോദിക്കുകയാണ് കറക്റ്റ് ഡയമീറ്റർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇതാ ആദ്യം ഈ 0 എറർ എടുക്കട്ടെ, ബാക്കി ഞാൻ പറഞ്ഞിട്ട്. ഇത് ബേസിക് സാധനമാണ് മറ്റേ ബോർഡ് എക്സാം ലെവൽ. അതായത് സ്ക്രൂ ഗേജ് റീഡിങ്ങിൻ്റെ ഫോർമുല എന്താ, മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇവിടെ മെയിൻ സ്കെയിൽ റീഡിങ് എത്ര പറഞ്ഞു 5 mm. ഇവിടെ ആൻസറൊക്കെ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 0.5 സെൻറ്റിമീറ്റർ 5 mm. സർക്കുലർ സ്കെയിൽ റീഡിങ് 25 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.001. ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും 0.5 പ്ലസ് 0.025 0.525. 0.525 ഇങ്ങനെ നല്ല വെട്ടി തളഞ്ഞ ഓപ്ഷനിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പോയി മാർക്ക് ചെയ്യല്ലേ. ഒരു 0 എറർ എന്നുള്ള സാധനം ഉണ്ട്. എന്താണ് 0 എറർ? എടാ 0 എറർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം ആ സാധനം ക്ലോസ്ഡ്, നമ്മുടെ എന്താണ് സ്ക്രൂ അവിടെ ക്ലോസ്ഡ് കേസിലാണ്. അപ്പോൾ എത്ര റീഡിങ് കാണിക്കേണ്ടത് 0 അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് മൈനസിലാണ് എടുക്കുന്നത്. 0യിൽ എടുക്കേണ്ട സാധനം മൈനസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 0 വരെ നമുക്ക് ആഡ് ചെയ്യാണോ വേണ്ടത് അതോ സബ്ട്രാക്ട് ചെയ്യാണോ വേണ്ടത്? അത് ഇനി 0.04 ആണ്. അപ്പോൾ 0.4 വിചാരിക്കേ. അപ്പോൾ 0യിൽ കിടക്കേണ്ടത് പകരം അത് -0.4ലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താവും? ഓക്കെ, -0.4ലാണ് കേട്ടോ കിടക്കുന്നത്. നമ്മളൊരു 1 സെൻറ്റിമീറ്ററിൻ്റെ സാധനം മെഷർ ചെയ്യാമെന്ന് വിചാരിച്ചോ, ഒരു എക്സാമ്പിൾ പറയാട്ടോ. അപ്പോൾ അത് ശരിക്കും ഇവിടെ കിടക്കുക 0.6ലാവും കിടക്കുക. ആ 0.4 ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ ആ വാല്യൂക്ക് നമ്മൾ 0.4 ഇപ്പോൾ 0.6 എന്നുണ്ടെങ്കിൽ 0.4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആയില്ലേ. അപ്പോൾ നെഗറ്റീവ് എറർ ആണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടോ. നെഗറ്റീവ് എറർ ആണെങ്കിൽ അത് ആഡ് ചെയ്യുക, പോസിറ്റീവ് എറർ ആണെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുക. ഈ കൺസെപ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ എക്സാമുകളിൽ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഓർത്ത് വെച്ചോ. നെഗറ്റീവ് എറർ ആണെങ്കിൽ അത് ആഡ് ചെയ്യുക, പോസിറ്റീവ് എറർ ആണെങ്കിൽ പോസിറ്റീവ് എറർ ആണെങ്കിൽ കൂട്ടിക്കോ. അതായത് 0 ആണ് വേണ്ടത്. ആ സമയത്ത് +0.4 നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1 സെൻറ്റിമീറ്ററുള്ള സാധനം മെഷർ ചെയ്യുമ്പോൾ അത് 1.4 നികരം കാണിക്കുക. അപ്പോൾ ആ 0.4 മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ പോസിറ്റീവ് എറർ വരുമ്പോൾ മൈനസ് ചെയ്യുക, നെഗറ്റീവ് എറർ വരുമ്പോൾ പ്ലസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കേസിൽ നെഗറ്റീവ് എറർ ആണ്, മൈനസ് ആണ്. അപ്പോൾ അത് 0.004 ആഡ് ചെയ്താൽ 0.529. ഓപ്ഷൻ സി ഈസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി. എടാ നമ്മൾ 2019 എത്തിയിട്ടാ. യൂണിറ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഇങ്ങനെ നോക്കുക വെച്ചാൽ തെർമൽ പ്രോപ്പർട്ടീസ് ദ ബേസിക് ഇക്വേഷൻ. എടാ പറ, ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഞാൻ പറഞ്ഞു Q = KA ΔT/L × T ടൈം.
ഓക്കെ. അപ്പോൾ ഇനി കെ അതായത് ഏരിയ, ടെമ്പറേച്ചർ ഡിഫറൻസ്, ലെങ്ത്ത്, ടൈം, ഹീറ്റ്. അപ്പം ഇനി കെൻ്റെ കിട്ടണമെങ്കിൽ ഒക്കെ അപ്പുറത്ത് കൊണ്ടുപോയി ഒക്കത്തിന് കൊണ്ടുപോകാം. ക്യൂ ഇൻറ്റു ലെങ്ത്ത് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു ടൈം. ഇനി നമുക്ക് എന്താണ് ഓപ്ഷൻസ് നോക്കുമ്പോൾ വാട്ട് ജൂൾ ആ കേസിലാണ് പറയണം. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ക്യൂ ബൈ ടി ഉണ്ട്, ഹീറ്റ് ബൈ ടൈം, എനർജി ബൈ ടൈം, പവർ വാട്ട്, ഇൻറ്റു ലെങ്ത്ത് ബൈ ഏരിയ. ലെങ്ത്ത് മീറ്റർ, അടിയിൽ മീറ്റർ സ്ക്വയർ, മീറ്റർ സ്ക്വയർ കട്ടായാലും അടിയിൽ മീറ്റർ, ഡിവൈഡഡ് ബൈ മീറ്റർ, ഡെൽറ്റ ടി കെൽവിൻ അടിയിൽ. അപ്പോൾ വാട്ട് പെർ മീറ്റർ പെർ കെൽവിൻ. ഓപ്ഷൻ ഡി. വെരി ഈസി. ആ ഇക്വേഷൻ പറഞ്ഞാൽ മതി തെർമോപ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴും വരുന്ന സാധനം, സെയിം സാധനം. എക്സ്പെരിമെൻ്റ് ചെയ്തു, പെർസെൻറ്റേജ് എറർ ABCD ഉണ്ടായിരുന്നു 1 2 3 4 എക്സിൽ എന്താണ് എക്സിൻ്റെ ഇക്വേഷൻ വന്നു പോകുന്നു. കമോൺ. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1/2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ബി ഡി ഹോൾ ഇൻറ്റു 100. അപ്പോൾ 2 ഇൻറ്റു എയിലുള്ള എറർ എന്താ 1, ഹാഫ് ഇൻറ്റു ബിയിൽ എന്താ 2, കറക്റ്റ് ഓർഡറിൽ ഒന്നും സുഖം. സീൻ്റെ എന്താ 1/3 ഇൻറ്റു സിയിലെ എറർ 3 പ്ലസ് ഡീൻ്റെ എന്താ ഡി റേസ് ടു 3 തന്നെ. അപ്പോൾ 3 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി എന്ന് പറയുമ്പോൾ 4. എത്ര വരിക 2, രണ്ടും ഇത് എത്ര വരിക 1, ഇത് 1 വരും, ഇത് 12 വരും, ഇത് 2 വരും, 2 1 3 4, 4 12 16. വെരി ഈസി. നെക്സ്റ്റ് നീറ്റ് ഒഡീഷ 2010. ഓക്കെ. വെർനിയർ കാലിപ്പർ നമ്മളെ സാധനം. അതായത് മെയിൻ സ്കെയിലിൽ ഓഫ് വെർനിയർ കാലിപ്പർ ആസ് n ഡിവിഷൻസ് പെർ സെൻറ്റിമീറ്റർ. ഓക്കെ. MST തന്നിക്കണം, അങ്ങനെ എന്നിൻ്റെ ടേംസിൽ തന്നിക്കണം. ഓക്കെ. n ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് n-1 ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. ലീസ്റ്റ് കൗണ്ട്. ലീസ്റ്റ് കൗണ്ട് എന്താടാ 1 MSD മൈനസ് 1 VSD. ഇവിടെ എങ്ങനെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? n VSD കോയിൻസൈഡിങ് വിത്ത് n-1 MSD. നമുക്ക് MSDക്ക് പകരം നേരത്തെ പോലെ തന്നെ m എന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇവിടെ 1 m മൈനസ് ഇവിടെ നമുക്ക് 1 VSD എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 1 V എന്ന് കൊടുക്കട്ടെ. 1 V is equal to n-1 by n. ഈ n പുറത്ത് പോയിട്ടാ ഇൻറ്റു m. ഓക്കെ. അപ്പോൾ 1 m മൈനസ് n-1 by n m. ഓക്കെ. m പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് n-1 by n. ഇത് സോൾവ് ചെയ്യുക. n-1 ബ്രാക്കറ്റ് വരും. ചെയ്തോ കിട്ടാം. ഞാൻ സ്റ്റെപ്പ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്. ഇതാ നേരത്തെ ചെയ്ത അതേ സാധനമാണ്. ഇപ്പോൾ 1 by n m എന്ന് വരും. അതായത് MSD 1 by n MSD. ഇതാണ് ആൻസർ. ഇനി നമുക്ക് ഇവിടെ MSD എന്താണെന്ന് അറിയണ്ടേ? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്താടാ ഇവിടെ പറഞ്ഞത് എന്താണ്? അതായത് മെയിൻ സ്കെയിൽ ഓഫ് വെർനിയർ ഹാസ് n ഡിവിഷൻസ് പെർ സെൻറ്റിമീറ്റർ. മനസ്സിലായോ? അതായത് 1 സെൻറ്റിമീറ്ററിൽ n ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡിവിഷൻ്റെ എത്ര സെൻറ്റിമീറ്റർ കാര്യം? ഈസി 1 by n സെൻറ്റിമീറ്റർ. അതാണ് അതിൻ്റെ MSD. അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ 1 by n ഇൻറ്റു 1 by n സെൻറ്റിമീറ്റർ, അതായത് 1 by n സ്ക്വയർ. ഓപ്ഷൻ നമ്പർ ഡി. വെരി ഈസി. ആ MSD എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലായി എന്താണ് MSD. ഒരു ഡിവിഷൻ്റെ ലെങ്ത്ത്. ഇവിടെ എന്താ പറയുന്നത്? n ഡിവിഷൻസ് ഉണ്ട്, അത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഒരു ഡിവിഷനിൽ എന്താ 1 by n. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 2020 എത്തി. ഡയമെൻഷൻ ഓഫ് സ്ട്രെസ്. ഫോഴ്സ് അപ്പോൺ ഏരിയ MLT raised to -2 ഡിവൈഡഡ് ബൈ L സ്ക്വയർ. എന്താ വരിക? M L raised to -1 and T raised to -2. The option M L raised to -1, T raised to -2. Option is option C. Next question. Taking into 2020 question ആണ്. Taking into account of significant figures, the value of 9.9 minus ഈ വാല്യൂ എടാ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ഞാൻ പറഞ്ഞുതരാം. അഡീഷൻ ആയാലോ സബ്ട്രാക്ഷൻ ആയാലോ ലീസ്റ്റ് ഡെസിമലാണ് കൊടുക്കേണ്ട. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം ഡിവിഷൻ ആയാലോ മൾട്ടിപ്ലിക്കേഷൻ ആയാലോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ബേസിക് NCERT കൺസെപ്റ്റ് കണ്ട. അപ്പം എന്താണ് ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പം നമുക്ക് ലീസ്റ്റ് ഡെസിമലാണ് എടുക്കേണ്ടത്. എടാ ഇത് ചെയ്യാതെ കിട്ടും. അതായത് പറഞ്ഞത് ഇവിടെ ഏറ്റവും ആദ്യത്തിൻ്റെ ഡെസിമൽ പ്ലേസസ് 2 രണ്ടാമത്തിൻ്റെ 4. അപ്പം ആൻസറിൽ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് വരുന്നത് 2 ഡെസിമൽ പ്ലേസ് വരുന്ന ആകെ ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്ലസ് ആണെങ്കിലോ നമുക്ക് നോക്കാം. പ്ലസ് ആണെങ്കിൽ 9.99 പ്ലസ് 0.0099 ആണ് വിചാരിച്ചോ. ഓക്കെ. 99999
അപ്പോൾ നേരത്തെ കേസിൽ ശരിക്കും മൈനസ് ചെയ്താൽ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. അത് മൈനസ് ചെയ്താൽ വരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് 0.00. മൈനസ് ഒന്നും ഞാൻ ചെയ്യേണ്ടല്ലോ, എനിക്കറിയില്ല. മാക്സ് 9.9801. ഇത് നമുക്ക് 2 ഡെസിമൽ പ്ലേസസ്ക്ക് എന്ത് ചെയ്യണം, അപ്രോക്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ 0 ആണ്, <5 നമ്പറാണ്. അപ്പം 9.98 തന്നെ വരുള്ളൂ. ഓക്കെ, ഇനി പ്ലസ് ആണ്. ഞാൻ ഒരു സ്പെഷ്യൽ കേസ് പറഞ്ഞു കേട്ടോ. ഇത് ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധമില്ല, ഒരു സ്പെഷ്യൽ കേസ്. ഇത് പ്ലസ് ആണെങ്കിലോ എന്താ വരിക, ഇത് നമുക്ക് എന്ത് ചെയ്യണം, മറ്റേ ഇതാക്കണം, എന്ത് നമ്മുടെ മീൻ അപ്രോക്സിമേറ്റ് ചെയ്യണം. ഓക്കെ, 2 ഡിജിക്ക്. എടാ 9.999 അപ്രോക്സിമേറ്റ് ചെയ്ത് എന്താ വരിക, 10. പക്ഷെ അതിനെന്താണ് 2 ഡെസിമൽ പ്ലേസസ് വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ പ്ലസ് ആണെങ്കിൽ ചിലപ്പോൾ പ്ലസ് ആവും വരിക. അപ്പോൾ ഇനി നമ്മുടെ ഈ PYQ ചെയ്ത ആൾക്ക് എന്താണ്, അതും കിട്ടും. അപ്പോൾ നിങ്ങൾ അത് വന്നിട്ട് ഇന്നെ ഇവിടെ താങ്ക് ചെയ്യണം. ഓക്കെ, ഇത് അഥവാ നീറ്റ് 2025 വന്നാൽ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 10.00 എന്നാവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഓർത്ത് വെക്കുക. If E and G respectively denote energy and gravitational constant, then E by G. എനർജിയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും അതിൻ്റെ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക, എനർജി എന്താടാ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യട്ടാ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എഴുതി വെക്കാം. ഇനി എന്താ G, അതായത് ജീൻ്റെ ഡയമെൻഷൻ കിട്ടാൻ F = Gm²/m1m2/r². ഇത് നമ്മൾ നേരത്തെ ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാത്തിട്ടാ. അപ്പോൾ G എന്താ വരിക, FR²/m² എന്നല്ല വരിക. അത് നേരെ ഇവിടെ കൊടുത്താക്കാം, അതന്നെ ഇവിടെ കൊടുത്താക്കാം. അതായത് എനർജി എന്ന് പറഞ്ഞാൽ F×S / G എന്ന് പറഞ്ഞാൽ FR²/m². അപ്പം എന്താക്കാം, നമുക്ക് ഈ FFും കട്ട് ചെയ്യാം. ഇതും ഡിസ്റ്റൻസ് ആണ്, ഇതും ഡിസ്റ്റൻസ് ആണ്. അപ്പം ഇവിടെ ഒരു ഡിസ്റ്റൻസ് കട്ട് ചെയ്യുക. അപ്പം എന്താ വരിക, m²/r എന്നല്ല വരിക. അപ്പം എന്താ വരിക, m² L⁻⁻1 T0. m² L⁻⁻1 T0. കണ്ടോ, ഇതിപ്പോൾ ഞാൻ എന്താ അറിയോ, ഈൻ്റെയും ജീൻ്റെയും നമ്മൾ കുറേ ഇതിന് മുന്നേ ഡയമെൻഷൻസ് എടുത്തേക്കണം. അപ്പോൾ അതല്ലാതെ ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള വഴി ഞാൻ കാണിച്ചത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാ കൺവെൻഷണൽ മെത്തേഡ് വഴി ചെയ്യാം. ഇത് ഷുക്കൂർസ് മെത്തേഡ്. നെക്സ്റ്റ് സ്ക്രൂ ഗേജ് 2021 അടാ നമ്മുടെ ടൈമിൽ വന്ന നൊസ്റ്റാൾജിയ. ഞാൻ എഴുതിയ നീറ്റ്. എ സ്ക്രൂ ഗേജ് ഗീവ്സ് ദ ഫോളോയിങ് റീഡിങ്സ് വെൻ യൂസ്ഡ് ടു മെഷർ ഡയമീറ്റർ ഓഫ് എ വയർ. മെയിൻ സ്കെയിൽ റീഡിംഗ് വന്നിങ്ങനെ, സർക്കുലർ സ്കെയിൽ റീഡിംഗ് വന്നിങ്ങനെ. ഗിവൺ ദാറ്റ് 1 mm on main scale corresponds to 100 division on circular scale diameter of wire. Okay, diameter of wire എന്താണ്, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിലിംഗ് റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇതൊക്കെ 2021 ഫിസിക്സ് കുറച്ച് ചെയ്യുന്നു. ഇത് ഇങ്ങനെ പെട്ടെന്ന് കിട്ടൂല, നമുക്ക് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചെടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, മെയിൻ സ്കെയിൽ റീഡിങ് നമുക്ക് തന്നിട്ടില്ല, 0 തന്നിട്ടാണ്. സർക്കുലർ സ്കെയിൽ റീഡിങ് 52. ഇവിടെ ലീസ്റ്റ് കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. ഓക്കെ, ലീസ്റ്റ് കൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നോടാ, ഇവിടെ എന്താ തന്നിക്കണടാ, 1 millimeter ഓൺ മെയിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു 100 ഡിവിഷൻ ഓൺ സർക്കുലർ സ്കെയിൽ. അതായത് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസും തന്നിക്കണ്, പിച്ചും തന്നിക്കണു. ഇവിടെ ലീസ്റ്റ് കൗണ്ട് തന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അതൊന്നും ഇൻഡയറക്ട്ലി സാധാരണ ഡയറക്റ്റ്ലി വരും, നമ്മുടെ ടൈമിൽ കുറച്ചുകൂടി ഇൻഡയറക്ട്ലി കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. അപ്പോൾ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 100 ആണ്, പിച്ച് പറഞ്ഞാൽ 1 millimeter ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്താടാ വരിക, അതായത് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ആണ് പിച്ച്. അപ്പോൾ പിച്ച് ഡിവൈഡഡ് ബൈ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ 1/100, അതായത് 0.01 millimeter. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എന്താ ഓപ്ഷൻസ് സെൻറ്റിമീറ്റർ ആട്ടാ. അപ്പോൾ നമുക്ക് ഒക്കെ സെൻറ്റിമീറ്റർക്ക് ആക്കിയാലോ എന്നാൽ. അപ്പോൾ ഈ 52 എന്നുള്ളത് എന്താവും, നമുക്ക് ഇത് 52 ഡിവിഷൻസ് ആണ്. ഓക്കെ, അവിടെ നോട്ടെ, ഇൻറ്റു എന്ത് വരും, ഈ 0.01 എന്നുള്ളത് 0.001 സെൻറ്റിമീറ്റർ ആവും. ഓക്കെ അല്ലേ, അപ്പോൾ 52 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് കിട്ടി 0.001. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 0.052. ഇതൊക്കെ ഞാൻ പട്ടേന്ന് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2021 അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഫോഴ്സ്, ആക്സലറേഷൻ, ടൈം ആർ ചൂസിങ് ടു ബി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എനർജി. കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ എനർജിയാണ് തന്നിരിക്കുന്നത്, ഫോഴ്സ് എക്സ്, ആക്സലറേഷൻ വൈ, ടൈം സെഡ്. ഇതൊക്കെ ഞാൻ മറ്റേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളെ ഇതിന് മുന്നേ വന്ന സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതന്നെ റിപ്പീറ്റ് ചെയ്യാം. പറഞ്ഞോ, എനർജിൻ്റെ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, mL⁻⁻2 ഇൻറ്റു L, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ mL² T⁻⁻2 ഈസ് ഈക്വൽ ടു ഫോഴ്സ് mL⁻⁻2 x, ആക്സലറേഷൻ L⁻⁻2 y, ടൈം T⁻z. ഇതാക്കിക്കോ, എന്ത് ഇവിടെ ഇതവിടെ നോട്ടെ, LHS ഞാൻ ചെയ്യാറില്ല. അപ്പോൾ m⁻x മാത്രമേ ഉള്ളൂ, L⁻, ഇവിടെ ഒരു x വരും, ഇവിടെ ഒരു +y വരും, T⁻, എന്ത് വരിക, ഇവിടെ ഒരു -2x വരും, ഇവിടെ -2y വരും, +z വരും. ജസ്റ്റ് സോൾവ് ചെയ്യടാ. m 1 ആണ്, അപ്പോൾ x 1 ആണെന്ന് കിട്ടി, x എല്ലാത്തിലും 1 ആണ്.
കാലേ കണ്ട നമ്മുടെ ടൈമിൽ ഇങ്ങനെയായിരുന്നു. എൽ എക്സ് പ്ലസ് വൈ എന്താണ്? എല്ലിൻ്റെ എന്താ 2 അല്ലേ? എക്സ്+y 2 ആണ്. അപ്പോൾ വൈ എന്താ വരിക? x1 അല്ലേ? അപ്പോൾ 1 എന്ന് വരും. y1 കിട്ടും. അപ്പോൾ ഇതല്ല കണ്ടാ, ഇതാണ് നമ്മൾ എങ്ങനെയായിരുന്നു ഒക്കെ ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ -2x - 2y + z = -2. ഓക്കെ, ഇനി -2x -2 -2y എന്ന് പറഞ്ഞാൽ -2 രണ്ടും 1 ആണ്, + z = -2. അപ്പോൾ -4 + z = -2, z = 4 - 2 + 2, z +2 വരുന്ന ഓപ്ഷൻ എ. കണ്ടോ, ഇത് 3 സ്റ്റെപ്പ് ചെയ്താൽ സാധാരണ ചിലത് ഒക്കെ പറഞ്ഞാൽ ആദ്യത്തെ 2 ചെയ്താൽ കിട്ടും. നമ്മൾ കുറേ ചെയ്തേക്കുക. നമ്മുടെ ടൈമിൽ ഫിസിക്സ് ഇങ്ങനെയായിരുന്നു, കുറേ ചെയ്യാണ്ടായിരുന്നു. ഓക്കെ, കൺസെപ്റ്റ് അനുസരിച്ചായിട്ട് വെച്ചിരുന്നു, പക്ഷേ കുറേ ചെയ്യാണ്ടായിരുന്നു. ഇനി എൻ്റെ ജൂനിയർ ബാച്ച് ആയിട്ടുള്ള 2022 ഏരിയ ഓഫ് റെക്ടാങ്കുലർ ഫീൽഡ്. ഓക്കെ, ലെങ്ത് എന്തെങ്കിലും ബ്രെഡ്ത്ത് എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ 2019 കണ്ട അതേപോലെ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ലെങ്ത് എന്താണ്? ഏരിയ, അതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. അപ്പോൾ ഇവിടെ ലെങ്ത് എന്താ? നിങ്ങൾ 55.3 × 25. എടാ, ഇതിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആർക്കാ? 25 രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ഓപ്ഷനാണ് ശരിയാവും. ആകെ എ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കണ്ടാ, ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം? ഇത് എത്ര കാരം വരിക? 1382.5 എന്ന് വരും. അപ്പം ഐ മീൻ ഈ ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 2 ഡിജിറ്റിക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർക്ക് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എത്ര വരിക? 1400 എന്നല്ല വരിക. ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ 1400 വരിക. അപ്പോൾ 14 × 10⁻². അപ്പോൾ കാരണം ഇത് എന്താ വെച്ചാൽ 2 ഡിജിറ്റ് ആകുമ്പോൾ എങ്ങനെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞുതരാം, ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. 2 ഡിജിറ്റ് ആകുമ്പോൾ 13.825 × 10⁻². എന്ന് വരും. 13.8 അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ 14 വരും. 14 × 10⁻². ഓപ്ഷൻസ് നോക്കിയാൽ മതിയടാ. വെരി ഈസി ക്വസ്റ്റ്യൻ. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ഹാവ് എന്താണ്? യൂണിറ്റ് ആണോ ഡയമെൻഷൻ ആണോ? യൂണിറ്റ് ഇല്ലടാ. അതായത് നമ്മൾ പഠിച്ചിരിക്കണല്ലോ, പ്ലെയിൻ ആംഗിളിൻ്റെ എന്താണ്? റേഡിയൻ. സോളിഡ് ആംഗിളാണ് സ്റ്റെറേഡിയൻ. അപ്പോൾ എന്താണ്? യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ബട്ട് ഡയമെൻഷൻ ഇല്ല. ബേസിക് NCERT തിയറി. ദ ഡയമെൻഷൻ ml T⁻² A⁻² ബിലോങ് ടു. അതൊക്കെ നമ്മൾ ചെയ്ത സാധനങ്ങളല്ലേ? ഇലക്ട്രിക് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഇത് ഇനി ഓരോന്നിന് കാൽക്കുലേറ്റ് ചെയ്യല്ലേ? നോക്കാം. ഇതിനെങ്ങനെയൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. F = 1/4πε0 Q²/r². അപ്പോൾ ε0ൻ്റെ എന്താ വരിക? Q² / FR². ഇത് നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തതാട്ടോ, അത് ഞാൻ പെട്ടെന്ന് ചെയ്തു പോവാണ്. Q = IT. അപ്പോൾ ആംപിയർ² × ഫോഴ്സ് ml T⁻² ഇൻറ്റു ഡിസ്റ്റൻസ് L². അപ്പോൾ ഇത് L³ വരും. അപ്പോൾ മേലേക്ക് L³ ഒക്കെ വരിക. അപ്പോൾ ഇതെന്തായാലും അല്ല. ഓക്കെ, ഇത് m⁻⁻1 L³ വരിക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷന് മൂഞ്ചി. ഇലക്ട്രിക് പെർമിയബിലിറ്റി അല്ല. മാഗ്നറ്റിക് ഫ്ലക്സ് B × A. B എന്താടാ? F = QVB. അപ്പോൾ B പറഞ്ഞാൽ F/QV. ഇതൊന്നും ഞാൻ എഴുതണ്ടല്ലോ, ഒരട്ടം ഓൾറെഡി എഴുതിയോണ്ടൊന്നും പറയണില്ല കേട്ടോ. F എന്താടാ? ml T⁻² / Q എന്താ? IT, ആംപിയർ ടൈം ഇൻറ്റു വെലോസിറ്റി L⁻⁻1 ഇൻറ്റു ഏരിയ. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ A-2 വരണം. ഇവിടെ ആകെ A ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അതും പോയി. ഇങ്ങനെയൊക്കെടാ ചെയ്യുക. ഇങ്ങനെ ചെയ്താലേ വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ പരാജയം. മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയായിരുന്നു? എനർജി ½LI². ഓക്കെ, അപ്പോൾ എല്ലിൻ്റെ എന്താ വരിക? E/I². ഇതൊക്കെ നമ്മൾ ചെയ്തതാട്ടാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തു പോണ്. എനർജിൻ്റെ എന്താ വരിക? ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ ml² T⁻². കറണ്ടിൻ്റെ സ്ക്വയർ A⁻² വരുന്നുണ്ട്, പക്ഷേ ഇവിടെ L² ആണ്. ഇവിടെ ആകെ L ഉള്ളൂ. അപ്പോൾ അതുമല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഉത്തരം കിട്ടി. മാഗ്നറ്റിക് പെർമിയബിലിറ്റിൻ്റെ എങ്ങനെയാണ് ഇവിടെ ചെയ്യുക? മാഗ്നറ്റിക് പെർമിയബിലിറ്റി അറ്റ് സെൻറ്റർ ഓഫ് കോയിൽ വെച്ചൊന്നും ചെയ്യാം. μ0/2 I/R. അപ്പോൾ മാഗ്നറ്റിക് പെർമിയബിലിറ്റി പറഞ്ഞാൽ BR / I. ബീൻ്റെ എന്താ? F/QV. കാരണം F = QVB. F/QV പറഞ്ഞാൽ ml T⁻² /AT⁻Q ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ L⁻⁻1. ഒക്കെ നമ്മൾ ചെയ്താട്ടാ. ഇൻറ്റു ഡിസ്റ്റൻസ് ആംപിയർ. അപ്പോൾ എന്താ പറയുക? പോട്ടെ, എല്ലും പോയി. ബും ടീം പോയി. അപ്പോൾ ഈ L മാത്രം വരും. A² ആയി മേലേക്ക് വരും. ml T⁻² A⁻². സാധനം കിട്ടി. ലാസ്റ്റ് തന്നെ കൊണ്ടുപോയി വെച്ചണ്ട. ഇതൊക്കെയാണ് കളി, മനസ്സിലായ?
ഓ ഷിറ്റ്, ഞാൻ പിന്നെ വായിച്ചത്, സോറി. അപ്പോൾ അത് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെർസെൻറ്റേജ് അറേഞ്ച് ദ മെഷർമെൻറ്റ് ഓഫ് ജി. ഓ മൈ ഗോഡ്, സെയിം സാധനം. അതായത് ഇതിൻ്റെ പോട്ടെ, ഡെൽറ്റ എൽ ബൈ എൽ ഞാൻ ഒന്നും എഴുതണില്ല കേട്ടോ. 2 × ഡെൽറ്റ ടി ബൈ ടി, ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു രണ്ടോടത്ത് ഇൻറ്റു 100 ഒക്കെ ഉണ്ട്. അതൊന്ന് ഒക്കെ കുറേ വട്ടം ചെയ്തതല്ല, അതൊന്നും ചെയ്യുന്നത്. ഡെൽറ്റ എൽ എന്താണ് ഇവിടെ? എന്താ 0.1 × 100 പ്ലസ് 2 × ഡെൽറ്റ ടി 1/100, ടി പറഞ്ഞാൽ 100. അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ. ഇതൊക്കെ അറിയില്ല. അതായത് നമ്മൾ എങ്ങനെ ഇത് വെച്ചാൽ എ ± ഡെൽറ്റ എ എന്നായത്. അപ്പോൾ ഡെൽറ്റ എ ബൈ എ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഒരു ഡിജിറ്റിനെ എഴുതുക. ഡിജിറ്റൽ സോറി, ഒരു ഇത് ഓക്കെ ഇക്വേഷൻ. അപ്പോൾ 2 × 1/100 വരും. ഓക്കെ, ഇവിടെ 10 വരും. 100 × 0.1 എന്ന് പറഞ്ഞാൽ 10/10 1. ഓക്കെ, ഇവിടെ എന്താ വരിക വെച്ചാൽ ഇവിടെ × 100 വരും അല്ലേ, പ്ലസ് 2, അപ്പോൾ 3%. മനസ്സിലായില്ല എല്ലാവർക്കും? ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടായിട്ട് പെട്ടെന്ന് ചെയ്തു പോണ്. ഇങ്ങനത്തെ ഒരു 4-5 നമ്മൾ ചെയ്തില്ല. ഇതൊരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ കണ്ടില്ല, ഫിസിക്സിൽ കുറച്ച് തിയറി വരുന്നത്. അതാണ് NCERT വായിക്കാണെങ്കിൽ അങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. എറേഴ്സ് ഇൻ ദ മെഷർമെന്റ് വിച്ച് അറൈസ് ഡ്യൂ ടു അൺപ്രഡിക്റ്റബിൾ ഫ്ലക്ച്വേഷൻ ഇൻ ടെമ്പറേച്ചർ ആൻഡ് വോൾട്ടേജ് സപ്ലൈ ആർ. ഏത് എറേഴ്സ് ആണെന്ന്? അതായത് നമുക്ക് ലാസ്റ്റ് ലീസ്റ്റ് കൗണ്ട് എറർ ആണോ? നോ, ലീസ്റ്റ് കൗണ്ടും ഇതെന്ത് ബന്ധം? കാരണം ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുകയാണ് ടെമ്പറേച്ചറും വോൾട്ടേജ് സപ്ലൈയിലും. ആ സപ്ലൈയിലാണ് പ്രശ്നം. ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എറർ അല്ല, പേഴ്സണൽ എറർ അല്ല, ആൾ മെഷർ ചെയ്യുന്ന ആളതും അങ്ങനൊന്നുമില്ല, ഇൻസ്ട്രുമെൻ്റൽ എററും അല്ല, ആ മെഷർ ചെയ്യുന്ന സാധനം തന്നെ. ആ സപ്ലൈ ഇവിടുന്നാണ് വരുന്നത്. അതെന്താ? റാൻഡം എറർ. മനസ്സിലായോ? അത് ജസ്റ്റ് ആ അർത്ഥം മനസ്സിലാക്കുന്ന തിയറി. 2023 ഓക്കെ, 2023 ആണ്. ഓക്കെ, വയർ ആസ് മാസ്, സെയിം സാധനടാ. മാസ് തന്നിക്കണ്, റേഡിയസ് തന്നിക്കണ്, ലെങ്ത് തന്നിക്കണ്. ഓ മാക്സിമം പോസിബിൾ പെർസെൻറ്റേജ് മെഷർമെൻറ്റ് ഓഫ് ഡെൻസിറ്റി. ഓ ഇതെങ്ങനെ തന്നിക്കണല്ലേ? അതായത് ഒരു വയർ ഇങ്ങനെ ആവൂലേ, ഒരു സിലിണ്ടറിക്കലാവുമല്ലോ. റേഡിയസ് തന്നിക്കണ്, മാസ് തന്നിക്കണ്, ലെങ്ത് തന്നിക്കണ്. എന്താണ് നമുക്ക് ചോദിക്കുന്നത്? ഡെൻസിറ്റിയിലല്ല. ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം. ഒരു സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെയാണ്? മാസ് ബൈ ഏരിയ. ഇവിടുത്തെ ഏരിയ ഇൻറ്റു ഈ ലെങ്ത് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഫിസിക്സ് അല്ലേ? ഏരിയ ഇൻറ്റു ലെങ്ത്, അതായത് πr² ലെങ്ത്. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി സെയിം സാധനം. ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് 2 × ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തോ. ഡെൽറ്റ എം മാസിൽ എന്താ? 0.002 ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു 100 പ്ലസ് 2 × ഡെൽറ്റ ആർ ബൈ ആർ. റേഡിയസ് എത്ര? 0.001 ഡിവൈഡഡ് ബൈ 0.3 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ എൽ എത്രടാ? 0.002 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100. ഇത് ചെയ്ത് എത്രടാ കിട്ടുക? ഇത് 2 പോയിന്റും കട്ട് ചെയ്തോ. അപ്പോൾ 0.02 ഡിവൈഡ് ബൈ 4. അപ്പോൾ 2 × 0.02 × 100 പറഞ്ഞാൽ 2. അപ്പോൾ 2/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മാത്സ്? ഞാൻ എൻ്റെ ഒരു മാത്സ് സ്കിൽ വെച്ച് ചെയ്യാട്ടോ. 0.5 കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഇവിടെ? ഇത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? 100 × 0.01 എന്ന് പറഞ്ഞാൽ 0.1 ആയി. 0.1/3 എന്ന് പറഞ്ഞാൽ 1/3. ഓക്കെ, അപ്പോൾ 2/3 എന്ന് വന്നു. 2/3 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 0.66 0.6 നൂട്ടാം. ഓക്കെ, ഇനി ഇവിടെ എത്ര വരുന്നത്? 100 × 0.002 പറഞ്ഞാൽ 2.02 ആയി. മനസ്സിലായല്ലേ? അപ്പോൾ 0.02 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 0.02 ഡിവൈഡഡ് ബൈ, ഇത് വൃത്തിക്ക് ചെയ്താത്തതുകൊണ്ട് ഒരു സീന് വരികയാണ്. അപ്പോൾ ഒന്നും കൂടെ ചെയ്തിട്ടാ. ഓ സോറി, ഒരു സീറോ ഉള്ളൂ. സോറി വെയിറ്റ്. അപ്പോൾ എത്രയായിരുന്നു? ലെങ്ത് അല്ല, 0.02 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞാൽ 2 ആയി. 2/5 എന്ന് പറഞ്ഞാൽ 0.4. അപ്പോൾ ഏകദേശം ഒരു 0.66ൻ്റെ അടുത്തല്ലേ ഇത്? അപ്പോൾ ഇത് എത്ര വരും? 0.4 പ്ലസ് 0.66 പ്ലസ് 0.5. അപ്പോൾ ഏകദേശം 1.56, ഒരു 1.6ൻ്റെ അടുത്ത് വരും. ഓക്കെ അല്ലേ? ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മണിപ്പൂർ. ഡയമീറ്റർ ഓഫ് എ സ്ഫെറിക്കൽ ബോബ് വെൻ മെഷർഡ് വിത്ത് വെർനിയർ കാലിപ്പർ. ഇങ്ങനെയൊക്കെ തന്നു. മീൻ ഡയമീറ്റർ, അതായത് ആദ്യത്തെ 3.33 ആണ്, രണ്ടാമത്തെ 3.32 ആണ്. മീൻ പറഞ്ഞാൽ ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യല്ലേ? 3.33 പ്ലസ് 3.32 ഡിവൈഡഡ് ബൈ 5. ഇത് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? ഏകദേശം ഈ റേഞ്ച് തന്നെ വരും. അതായത് 3.328. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിന് വേണ്ടി ചെയ്യണം, എൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടി. ഇങ്ങനെ എന്തുകൊണ്ട് വരിക അത് തോന്നുന്നു. ഓക്കെ, അത് എത്രയിലും വന്നോട്ടെ. ഇങ്ങനെ ഒരു ഡിജിറ്റ് വന്നു വിചാരിച്ചോ,
ഇത് അവസാനം ഡിവൈഡ് ശേഷം. അപ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 3.3281 വെയിറ്റ് 3.3281. ഓക്കെ, അങ്ങനെ വന്നു എന്ന് വിചാരിച്ചോ. എത്രയായാലും കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ 3.328. ഓക്കെ, ഇതൊക്കെ അഡീഷൻ്റെ റൂൾ എന്താണ്? ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ്. ഇവിടെ ഡെസിമൽ പ്ലേസസ് എത്ര? 2 അപ്പോൾ 2 ഡെസിമൽ പ്ലേസസ് ആക്കണം നമുക്ക്. അപ്പോൾ 3.328 എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്താക്കണം? ഇത് മോർ ദാൻ 5 അല്ലേ? അപ്പോൾ ഈ 2 എന്നുള്ളത് എന്താവും? 3 എന്നാവും. അപ്പോൾ എന്താവും? 3.33. മനസ്സിലായോ? അപ്പോൾ അഡീഷൻ്റെ സമയത്ത് ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് എത്ര ആണ്? ഇവിടെ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് 2 ഇപ്പോൾ ഒറ്റൊന്നിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഇതിൽ എന്താ ചേഞ്ച് വരാം. ഇപ്പോൾ ഇതിങ്ങനെയാണ് വിചാരിച്ചോ, 3.3 എന്ന് മാത്രമാണെങ്കിൽ ഇതാവും ഓപ്ഷന് 3.3. ഓക്കെ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് 2 ഡെസിമൽ പ്ലേസസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ 2 ഡെസിമൽ പ്ലേസസ്ക്കാണ് റൗണ്ട് ആക്കേണ്ടത്. അത് റൗണ്ട് ആക്കുമ്പോൾ മോർ ദാൻ 5 ആണ്. അതുകൊണ്ട് ഈ 2 എന്നുള്ളത് 3 ആവും. ഓക്കെ, അങ്ങനെ നമ്മൾ 2024 എത്തി. ലാസ്റ്റ് ഇയർ 1988 തുടങ്ങി 2024 വെർനിയർ കാലിപ്പർ. സെയിം സാധനം കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് നോക്ക്. N+1 ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ, അതായത് N+1 ഞാൻ നേരെ ചെയ്യാട്ടാ. വെർനിയർ സ്കെയിൽ ഡിവിഷൻ കോയിൻസൈഡ് വിത്ത് N ഡിവിഷൻ ഓഫ് മെയിൻ സ്കെയിൽ. സെയിം സാധനം, നോക്ക്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇഫ് 1 MSD 0.1 mm, 1 MSD തന്നുകൊള്ളു. 1 MSD M ചെയ്താട്ടാണ്. 1 MSD ഈസ് 0.1 mm ആണെങ്കിൽ ചോദ്യം എന്താ വെച്ചാൽ, ഇഫ് 1 MSD ദ വെർനിയർ കോൺസ്റ്റന്റ് ഈസ്, ഓക്കെ, അതായത് നമ്മൾ ചോദിക്കുന്നത് ലീസ്റ്റ് കൗണ്ട് ആണ്. അപ്പോൾ ഈ ടേം ഓർത്ത് വെച്ചേട്ടാ. വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ലീസ്റ്റ് കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് പറഞ്ഞാൽ ഓർ വെർനിയർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ 1 MSD M ചെയ്തട്ടാ -1 VSD. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 1 MSD - 1 VSD എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ എന്ത് വരും? N+1/N. ഇത് ഞാൻ കുറേ ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 M - N+1 / N M പുറത്തേക്ക് എടുത്താൽ 1 - N+1/N M. ഓക്കെ, സോറി, M ഓൾറെഡി ഇട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇവിടെ എങ്ങനെ വരും വെച്ചാൽ, ഇത് ഞാൻ മാത്സ് ചിലവർക്ക് കൺഫ്യൂസ്ഡ് ആവുന്നതുകൊണ്ട് ചെയ്തുതരാം. N - N+1 / N. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? N - N -1. അപ്പോൾ എന്ത് വരും വെച്ചാൽ M ഇൻറ്റു, സോറി, ഇവിടെ തന്നെ ഇതാ, M ഇൻറ്റു N - N ആവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതും മൈനസ് ആവില്ല. അപ്പോൾ -1 / N എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ -1/N M എന്ന് വരും. ഓക്കെ, ഇവിടെ ചെയ്യുകയാണെങ്കിൽ, അതായത് മൈനസും പ്ലസ് ഒക്കെ വന്നാലും കുഴപ്പമില്ല, മൈനസ് ആയാലും പ്ലസ് ആയാലും കണക്കാണ്. അപ്പോൾ എന്താണ്, നമുക്ക് 1/N M എന്ന് എഴുതാം. പക്ഷെ 1 MSD എത്ര പറഞ്ഞാണ്? 0.1 mm പറഞ്ഞാണ്. പക്ഷെ ഓപ്ഷൻസിൽ നോക്ക്, സെന്റിമീറ്ററിലാണ് ചോദിച്ചേക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ സെന്റിമീറ്റർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ, അവർ മില്ലിമീറ്ററുള്ള ഓപ്ഷൻസും കൊടുക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതിൽ അതൊന്നും മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ 1/N ഇൻറ്റു 0.1 mm പറഞ്ഞാൽ 0.01 cm. ഓക്കെ, അപ്പോൾ 0.01 എന്ന് പറഞ്ഞാൽ 1/100. അപ്പോൾ 1/100 N എന്നുള്ളതാണ് ആൻസർ. 1/100 N. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, എ ഫോഴ്സ് defined by F is equal to alpha t square plus beta t acts on a particle the given time. The factor which is dimension if alpha and beta are constant. അപ്പോൾ എടാ, ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. F is equal to alpha t square is equal to beta t. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എടാ ഇത് രണ്ടും നോക്ക്. ഇത് രണ്ടിൻ്റെ ഈക്വൽ ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്താലുള്ള ഡയമെൻഷൻലെസ് ആവൂലേ? അപ്പോൾ ആൽഫ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ ടി, അല്ലെങ്കിൽ ബീറ്റ ടി ഡിവൈഡ് ബൈ ആൽഫ ടി സ്ക്വയർ, രണ്ടും ഡയമെൻഷൻലെസ് ആവില്ല. അപ്പോൾ ഇത് എത്ര വരും? ആൽഫ ടി ബൈ ബീറ്റ, അല്ലെങ്കിൽ ബീറ്റ ടി ബൈ ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ടി, രണ്ടും ഡയമെൻഷൻലെസ് ആവില്ല. ഇതിൽ ഓപ്ഷനിൽ ഏതാണുള്ളത്? ആൽഫ ടി ബൈ ബീറ്റ. മനസ്സിലായോ? അതാണ് ഡയമെൻഷൻലെസ്. ഈസ് വെരി ഈസി. ഇതാണ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻക്ക് എത്തി. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻലെസ്. അപ്പോൾ ഇതിൽ ആരാണ് ഡയമെൻഷൻലെസ് എന്നാണ് ചോദിക്കുന്നത്? സ്ട്രെയിന്, ഓക്കെ, ഡയമെൻഷൻലെസ് ആണ്. ആർക്ക് നോ, ലെങ്ത് ഡയമെൻഷൻ ഉണ്ട്, ആംഗുലർ സ്പീഡ് ഡയമെൻഷൻ ഉണ്ട്. സ്ട്രെയിൻ ആൻഡ് ആംഗിൾ, യാ, സ്ട്രെസ്സിന് ഫോഴ്സ് അപ്പോൺ ഏരിയ ഉണ്ട്. അപ്പോൾ സ്ട്രെയിൻ ആൻഡ് ആംഗിൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. അങ്ങനെ നമ്മൾ നമ്മുടെ 2024
വരെയുള്ള 1988 മുതൽ 2024 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് രാത്രി 3 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എഫേർട്ടൊക്കെ മനസ്സിലാക്കുക. അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്യണം, ഒരു പാഷൻ്റെ പുറത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിന് പുറത്തും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഇനി നമ്മൾ അടുത്തത് പറഞ്ഞാൽ കൈനമാറ്റിക്സ് അവിടും കയറുക. അപ്പോൾ ഇനി ഇതിൻ്റെ കമൻസ് ഫുള്ളായിരിക്കും, ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സെഷൻ. കാരണം മലയാളം കമ്മ്യൂണിറ്റിയിലെ പറയില്ല, ഫസ്റ്റായിട്ട് ചെയ്യുന്നൊരു, ഞാൻ ഫസ്റ്റായിട്ട് ഇത് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് നെഗറ്റീവായിട്ട് തോന്നിയതൊക്കെ കമൻറ്റ് ചെയ്തോ. ഇന്നെ പൊലിവാക്കുകയാണെങ്കിൽ അങ്ങനെ പൊക്കി പറഞ്ഞോ, ഇനിയിപ്പോൾ എന്നെ കുറ്റം പറയണമെങ്കിൽ അതും പറഞ്ഞോ. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി നെക്സ്റ്റ് കൈനമാറ്റിക്സ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.